അപ്പൊ അതിന് തന്നെ നമുക്കൊരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കോഡ് സി ഉണ്ട്. ആ സി ഈക്വൽ ടു സി ഈക്വൽ ടു 0 0 0 1 1 0 1 1. ഓക്കെ, ഇത്ര വേണ്ട, കുറച്ചും കൂടി ചെറുതാക്കാം. 0 0 0 1 ഇത്ര ഉള്ളൂ എന്നിരിക്കുക കോഡ്. ഓക്കെ, ഹലോ ഹലോ കേക്കുന്നുണ്ട്. നമ്മിപ്പോ റിസീവ്ഡ് വേർഡായിട്ട്, അതായത് റിസീവ്ഡ് വേർഡാണേ, റിസീവ്ഡ് വേർഡ് 0 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഏതായിരിക്കും സെൻഡ് ചെയ്യാൻ ചാൻസ് കൂടുതൽ? 0 0. റിസീവ്ഡ്, അതായത് നമുക്കിപ്പോ ഏതൊക്കെ വേർഡ്സ് ഉള്ളത്? 0 0 ഉണ്ട്, 1 0 1 ഉണ്ട് കോഡില്. സെൻഡ് വേർഡ് എന്തായാലും ഈ രണ്ടെണ്ണത്തിന്റെ ഉള്ളിലത്തെ ആൾക്കാരെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെൻഡ് വേർഡ് അല്ല ചോദിച്ചത്, റിസീവ് ചെയ്ത വേർഡ് 0 1 ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം, എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എറർ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ലേ. അതായത് ഇപ്പൊ നമുക്ക് റിസീവ് ചെയ്താണ് വേർഡ്, അപ്പൊ റിസീവ് ചെയ്താണ് വേർഡ് 1 1 ആണെന്നിരിക്കുക. 1 1 നമ്മുടെ കോഡിലുള്ള ഒരാളാണോ? അല്ല. അല്ല. അതുകൊണ്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത് 1 1 ആയതുകൊണ്ട് അത് കോഡിലില്ല. അപ്പൊ എന്തായാലും എന്ത് പറ്റിയിട്ടുണ്ടാവും? എറർ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് കിട്ടിയാണ് കോഡ് വേർഡ് നമ്മുടെ കോഡില് ഇല്ലാത്തൊരു വേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? പക്ഷെ 0 1 കേസ് എടുത്ത് നോക്കിയേ, 0 1 കേസിൽ എറർ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് കോഡ് വേർഡിന്റെ ഉള്ളിലുള്ള ഒരാളാ. ചിലപ്പോ ഇനി എറർ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് 0 1 അയച്ചപ്പോ തന്നെയാണ്, അതും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ 0 0 അയച്ചപ്പോഴായിരിക്കാം 0 1 കിട്ടിയത്. 0 1 അയക്കുമ്പോ 0 1 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എറർ സംഭവിച്ചില്ല എന്ന് പറയായിരുന്നു. പക്ഷെ അത് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എറർ എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് കിട്ടണ വേർഡ് കോഡിന്റെ ഉള്ളിലുള്ള വേർഡ് ആവരുത്. മനസ്സിലായോ? അപ്പൊ ഒരു കോഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്കൊരു റിസീവ്ഡ് വേർഡ് തന്നു, ഒരു W തന്നു. നമ്മൾ ഇപ്പോൾ സെൻഡ് വേർഡ് വിയും റിസീവ്ഡ് വേർഡ് W ആയിട്ടാണ് എടുക്കാം. ഒരു W നമുക്ക് തന്നു, ആ W സിയുടെ ഉള്ളിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ W ബിലോങ്സ് ടു സി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? W കാനോട്ട് ബി, അതായത് W അല്ല, നമുക്ക് എന്ത് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ആ കേസിൽ. മനസ്സിലായ? അപ്പൊ എറർ ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റിസീവ്ഡ് വേർഡ് ആയിട്ടുള്ള W എവിടെ ഉണ്ടാവരുത്? സിയിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ പാടില്ല. ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ എററിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എറർ എങ്ങനെയായിരിക്കും കറക്റ്റ് ചെയ്യുക? അറിയില്ല. ഇപ്പൊ 1 1 ആണെന്ന് വിചാരിക്കുക, നമുക്ക് റിസീവ്ഡ് വേർഡ് 1 1 ആണ്. അങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്ത് നമുക്ക് എന്താക്കണം? ഈ സിയിലെ ആൾക്കാരെല്ലാം അയച്ചിട്ടുണ്ടാവുള്ളൂ. സിയിലെ ഒന്നില്ലെങ്കിൽ 0 0 അയച്ചപ്പോ 1 1 ആയി, അല്ലെങ്കിൽ 0 1 അയച്ചപ്പോ 1 1 ആയി. നമ്മൾ എപ്പോഴും എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറർ എപ്പോഴും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആയിരിക്കും. അതായത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കിലായിരിക്കും എറർ സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഈ 1 1 ഏറ്റവും എടുത്ത് നിൽക്കുന്ന കോഡ് ഏതാ നോക്കും, കോഡ് വേർഡ് ഏതാ നോക്കും. ഇതില് 1 1 ഏറ്റവും എടുത്ത് നിൽക്കുന്നത് ആരാ? 0 1. 0 1. അതെങ്ങനെയായിരിക്കും പറയാ? നമ്മ എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട് നോക്കുക. അത് 0 0 1 1 തമ്മിൽ എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട്? ഒരു പൊസിഷനില്. 0 0 1 1 തമ്മിൽ 0 0 അല്ല, രണ്ട് പൊസിഷനിലും ചേഞ്ച് ഉണ്ട്. രണ്ട് പൊസിഷനിൽ ചേഞ്ച് ഉണ്ട്. 0 1 1 1 തമ്മിൽ എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട്? ഒരു പൊസിഷനിൽ. ഒരു പൊസിഷനിൽ. അതിന് അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? മിനിമം നമ്പർ ഓഫ് പൊസിഷനിൽ ചേഞ്ച് വരാം. അതിന് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. അത് 0 0 1 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2. രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്തില്ല? അഗ്രി ചെയ്തില്ല. അതുപോലെ 0 1 1 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 1. ഡിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് കുഴപ്പമില്ലല്ലോ. എത്ര പൊസിഷനില് അത് ചേഞ്ച് ഉണ്ടെന്ന് നോക്കിയാൽ എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് വരണ കോഡ് വേർഡ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും?
സെൻഡ് വേർഡ് ആയിട്ട് ചൂസ് ചെയ്യും. അതായത് നമുക്ക് റിസീവ്ഡ് വേർഡ് കിട്ടി കഴിഞ്ഞാൽ സെൻഡ് വേർഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, എറർ ഉണ്ട് അത് കറക്റ്റ് ചെയ്യണത് എങ്ങനെയാ, മിനിമം അതിന്റെ മിനിമം ഡിസ്റ്റൻസിൽ എടുക്കണ കോഡ് വേർഡ് ചൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചോട്ടെ. ഇനി സി ഈക്വൽ ടു 0010010111 ഇതാണ് കോഡ് വേർഡ്, ഇതാണ് നമ്മുടെ കോഡ് എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏതെങ്കിലും എറർ ഇത് ഡിറ്റക്ട് ചെയ്യോ, ഏതെങ്കിലും ഒരു എറർ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യോ ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസീവ്ഡ് വേർഡ് കിട്ടി? ഇല്ല, കാരണം ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ലെങ്ത് രണ്ടുള്ള എല്ലാം ആയി അല്ലെ. അപ്പൊ ഏത് വേർഡ് 2 ലെങ്ത് ഉള്ള എടുത്താലും അത് ഏതിലുണ്ടാവും, സിയിലുണ്ടാവും അല്ലെ. അതുകൊണ്ട് ഇവിടെ ഈ ഫുള്ള് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് സീഡിൽ 2:n ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എന്ത് പറയാൻ പറ്റില്ല, എറർ കറക്റ്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ പറ്റില്ല. ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഈ കോഡാണ് നമുക്ക് തന്നിരിക്കുക. ഈ കോഡിനെ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണ ഒരു കോഡാക്കി മാറ്റും. അതെങ്ങനെയാ മാറ്റാന്നറിയോ? അതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് റെപ്പറ്റീഷൻ കോഡാക്കുക. ഇതിനെ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, റിപ്പീറ്റ് ചെയ്യാ അല്ലെ. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്, ഇതിന്റെ ലെങ്ത് 2 ആണ്, 2 ലെങ്ത് ഉള്ള ആകെ 4 വേർഡ്സ് ഉള്ളൂ. ആ 4 വേർഡ്സ് ഇതിൽ വന്നു പോയി അല്ലെ. അപ്പൊ നമ്മ ഇതിനെ റെപ്പറ്റീഷൻ കോഡാക്കി മാറ്റാണ്. അതിനെ ഞാൻ C' എന്ന് പറഞ്ഞു വിളിച്ചു വെറുതെ. റെപ്പറ്റീഷൻ കോഡാണ് അതിന്റെ പേര്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 00 എന്ത് ചെയ്യും, 2 പ്രാവശ്യം അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അതായത് 000000. മനസ്സിലായ? ടോട്ടൽ 3 പ്രാവശ്യം ആവും അത്. മനസ്സിലായോ? അടുത്ത 10 എന്താക്കും, 101010. അടുത്ത് 010101. അടുത്ത് 111111. ഇനി ഇത് എറർ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യോ? ഇതിന്റെ ലെങ്ത് എത്രയാ, 6 അല്ലേ. ഇത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്യും. ഇതിലപ്പോ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 010000 ഇങ്ങനെ ഒരു വേർഡാണ് റിസീവ് ചെയ്തെന്നിരിക്കുക. ഇനി ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ, 6 ലെങ്ത്തുള്ള വേർഡ്സ് ആയിട്ടല്ലേ കിട്ടുള്ളൂ. 6 ലെങ്ത്തുള്ളതാണ് അയക്കണേ, അപ്പൊ 6 ലെങ്ത്താണ് കിട്ടുള്ളൂ. അപ്പൊ 6 ലെങ്ത്തുള്ള വേർഡാണ്. അതെന്തായാലും ഈ C' ഇതില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അപ്പൊ നമ്മ ഇതെങ്ങനെയാ നമ്മ കറക്റ്റ് ചെയ്യാ, എറർ ഡിറ്റക്ട് ചെയ്തു, ഇനി എങ്ങനെ കറക്റ്റ് ചെയ്യാ? ഏറ്റവും ഡിസ്റ്റൻസ് കുറവ് ഏതിനാ, ഏറ്റവും ഡിസ്റ്റൻസ് കുറവായിട്ട് നിൽക്കുന്നത് ഇതിൽ ഏത് കോഡ്? തേർഡോ സെക്കൻഡോ ആണെന്ന് തോന്നുന്നല്ലേ. സെക്കൻഡോ തേർഡോ? സെക്കൻഡിൽ എത്ര? ഫസ്റ്റത്തേൽ എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു പൊസിഷനിലല്ലേ ചേഞ്ച് ഉള്ളൂ. ഫസ്റ്റ് സത്യം പറഞ്ഞാലേ നോക്കിയില്ല, ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല, 0 മൊത്തം 0 ശ്രദ്ധിച്ചില്ല. ഓക്കെ ശരിയാ, ഫസ്റ്റിലാണ് ഒരു പൊസിഷനിലേ ചേഞ്ച് ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആണ് സെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മ പറയും. അപ്പൊ റെപ്പിറ്റേഷൻ കോഡ് എന്തിനു വേണ്ടിയിട്ടാ, എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കോഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എറർ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കണ കോഡ്. അതായത് നമ്മ ഒരു കോഡ് ഉണ്ട്, അതായത് ഇപ്പൊ ഫസ്റ്റ് എടുത്താണ് സീനേക്കാളും കൂടുതൽ റിലയബിലിറ്റി ഏതിനായി, റിലയബിലിറ്റി അല്ല, കുറച്ചും കൂടി നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കോഡാണ് ഇത്, അതിന്റെ റെപ്പറ്റീഷൻ കോഡ്. അപ്പൊ റെപ്പറ്റീഷൻ ഒരു കോഡിന്റെ റെപ്പറ്റീഷൻ അപ്പൊ നമുക്ക് എത്ര വേണേലും ഈ റെപ്പറ്റീഷൻ ചെയ്യാവോ? ഇപ്പൊ നമ്മൾ 3 ടൈംസ് ചെയ്തില്ലേ, 3 ടൈംസിനാണ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതിന്റെ എറർ കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. പക്ഷെ ആ കോഡ് വലുതായിക്കൊണ്ടിരിക്കല്ലേ, കോഡിന്റെ ലെങ്ത് വലുതായിക്കൊണ്ടിരിക്കല്ലേ, അപ്പോഴൊരു ബുദ്ധിമുട്ട് വരും. അത് നമുക്കിപ്പോ പറയാം. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മ ഒരു സാധനം പഠിക്കും. ലോഗ് ടു ദ ബേസ് 2 കാർഡിനാലിറ്റി ഓഫ് C ബൈ n കൂടുന്ന സമയത്ത് അവിടെ 6 0ക്ക് പോകും. അതൊരു പ്രശ്നമാണ്, അത് നമുക്ക് പറയാം. അവിടെ നമ്മൾ അതുകൊണ്ട് 3 പ്രാവശ്യം എടുക്കുള്ളൂ. ഇനി അടുത്തതാണ് പാരിറ്റി ചെക്ക് ചെയ്യാന്ന് പറയും. അടുത്താണ് പാരിറ്റി ചെക്ക്. ഇപ്പൊ നമ്മൾ സീനെ എന്താക്കി, റെപ്പിറ്റേഷൻ കോഡാക്കി. ഇനി അത് കൂടാണ്ട് സീനെ പാരിറ്റി ചെക്ക് ചെയ്യാന്നിരിക്കുക. അതിന് നമുക്ക് C ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. പാരിറ്റി ചെക്ക്, സീനെ പാരിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്താ,
സോറി, ഇപ്പൊ ഇവിടുത്തെ സി എന്താ? 0 0 1 0 0 1 1 1 അല്ലേ? അതാണ് ഇനി ഈ ഇതിൽ ഓരോ വേർഡ് എടുത്തിട്ട് അതിന്റെ വെയിറ്റ് പറയാൻ പോവാണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര വണ്ണുകൾ ഉണ്ടോ അതാണ് എന്ത് അതിന്റെ വെയിറ്റ്. അപ്പൊ 0 0ന്റെ വെയിറ്റ് എന്താ? 0. 0. 1 0ന്റെ വെയിറ്റ് എന്താ? 1. 0 1ന്റെ വെയിറ്റ് എന്താ? 1. 1 1ന്റെ വെയിറ്റോ? 2. ഇനി പാരിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കോഡ് വേർഡിന്റെ ലെങ്ത് നമ്മൾ ഇതിലേക്കും ഓരോ ഡിജിറ്റ് ആഡ് ചെയ്യാൻ പോവാ. അത് 0 0ക്കും 1 0ക്കും 0 1നും 1 1ലേക്കും ഓരോ ഡിജിറ്റ് റൈറ്റ് സൈഡിൽ ഓരോ ഡിജിറ്റ് വെച്ച് എന്ത് ചെയ്യും? ആഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ അത് വെറുതെ ആഡ് ചെയ്താൽ പോരാ. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നിൽ 0 ആഡ് ചെയ്യാം, 1 ആഡ് ചെയ്യാം അല്ലേ? പക്ഷെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് ഈവൺ ആവണ രീതിയിൽ ആഡ് ചെയ്യണം. അപ്പൊ 0 0ന്റെ ഒപ്പം ഏത് ആഡ് ചെയ്യേണ്ട വരും? എങ്ങനെ? ഞാൻ കേട്ടില്ല. അതായത് നമുക്കിപ്പോ 4 കോഡ് വേർഡ് ഉണ്ട്. ആ കോഡ് വേർഡിലേക്ക് ഓരോ ഡിജിറ്റ് വെച്ച് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യാൻ പോവാണ്. അത് 0 0ന്റെ ഒപ്പം 1 ആഡ് ചെയ്യാം. 0 0 1 ആക്കാം അതിനെ. അതുപോലെ അങ്ങനെ റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റത്തെ ഒരാളെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യേണ്ടത് വെറുതെ ആഡ് ചെയ്താൽ പോരാ. അത് എന്തും കൂടി നോക്കണം. അതിന്റെ വെയിറ്റ് ഈവൺ ആവണ രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. ഈവൺ നമ്പർ ആണ്. അപ്പൊ 0 0ന്റെ ഒപ്പം ആരെ ആഡ് ചെയ്യേണ്ടി വരും? 1നെ ആഡ് ചെയ്യണോ 0നെ ആഡ് ചെയ്യണോ? 0 ആഡ് ചെയ്യണോ? 0 ആണ് ആഡ് ചെയ്യേണ്ടത്. 0 0 0 അല്ലേ? 0 0ന്റെ ഒപ്പം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് 1. അത് ഓഡ് നമ്പർ അല്ല. ഇനി 0 1ന്റെ ഒപ്പം ആരെ ആഡ് ചെയ്യണം? അല്ല 1 0ന്റെ ഒപ്പം ആരെ ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 0 ഇനി 1 ആഡ് ചെയ്യണം. അടുത്ത് 0 1ന്റെ ഒപ്പം 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യണം. അടുത്ത് 1 1ന്റെ ഒപ്പം 0 ആഡ് ചെയ്യണം. 0 ആഡ് ചെയ്യണം. അപ്പൊ ഇതാണ് എന്ത്? അതിന്റെ പാരിറ്റി ചെക്ക് കോഡ് എന്ന് പറയാം. അതായത് സി എന്ന് പറയുന്ന കോഡിന്റെ പാരിറ്റി ചെക്ക് ആണ് നമ്മളിപ്പോ ചെയ്ത് വെച്ചത്. ഇത് ചെയ്താലും എറർ പിന്നെയും ഡിക്റ്റേറ്റ് ചെയ്യില്ലേ? കാരണം ഇതിൽ മൊത്തം 8 കോഡ് വേർഡിൽ 4 2/3 അല്ലേ 3 ലെങ്ത് ഉള്ളത് വരാം. മൊത്തം 8 എണ്ണത്തിൽ 4 അപ്പൊ ബാക്കി ആൾക്കാർ ഇനി വരാം ഡബ്ല്യൂ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതും എന്ത് ചെയ്യും? കുറെ എറർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ 2 മെത്തേഡുകൾ ഉണ്ട് നമുക്ക്. എന്ത്? ഒരു കോഡിന്റെ എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലേ, എറർ ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു കഴിവ്, ആ ഒരു എബിലിറ്റി, അത് കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാ? 2 മെത്തേഡ്. റെപ്പറ്റീഷൻ കോഡ് ആക്കും അതിനെ, പാരിറ്റി ചെക്ക്. അതിൽ കൂടുതൽ റിലയബിൾ ആയിട്ട് നമ്മൾ ചെയ്യണത്, അതായത് കൂടുതൽ നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് ചെയ്യണത് ഇതില് പാരിറ്റി ചെക്കാണ്. പാരിറ്റി ചെക്കാണ് കുറച്ചും കൂടി എഫിഷ്യന്റ്. ഞാൻ പറഞ്ഞു റെപ്പറ്റീഷൻ കോഡ് കഴിയുമ്പോൾ എന്ത് കൂടും? n ട്രിപ്പിൾ ആവും. അതായത് n 2 ആയത് എന്തായി? 2 × 3 n കൂടാണ് ചെയ്തത്. n കൂടും ചെയ്യും അല്ലെ? പക്ഷെ ഇവിടെ n വലിയ മാറ്റം ഉണ്ടോ? ഇല്ല. അതാണ് അത് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് ആവശ്യമില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല അത് എന്തുകൊണ്ടാന്ന്. അടുത്ത ഞാൻ ഒരു കാര്യമാണ് പറയാൻ നിന്നാർന്നത്, ഇൻഫോർമേഷൻ റേറ്റ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോളെ. എക്സാമ്പിൾസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പോകും. അടുത്താണ് ഇൻഫോർമേഷൻ റേറ്റ്. അത് നമുക്കിപ്പോ ഒരു കോഡ് സി തന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. V1 V2 എക്സെട്ര VK എന്ന് വിചാരിക്കാം. എത്ര ലെറ്റേഴ്സ് ഉണ്ട് അപ്പൊ? K ലെറ്റേഴ്സ് ഇല്ലേ? V1 V2 എക്സെട്ര VK. അപ്പൊ K വേർഡ്സ് ഇല്ലേ? K വേർഡ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ കാർഡിനാലിറ്റി ഓഫ് സി എന്താ പറയാ? K. അറിയാലോ, ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി അപ്പൊ പറയണത്. കാർഡിനാലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് K ആണ്. ഈ സിയുടെ ഇൻഫോർമേഷൻ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് R log to the base 2 കാർഡിനാലിറ്റി ഓഫ് സി ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ കോഡ്. അതായത് ലെങ്ത് ഓഫ് ദ
കോഡ്, അതായത് കോഡ് വേർഡിന്റെ എല്ലാം ലെങ്ത് നമ്മൾ നേരത്തെ സി എടുത്തപ്പോ 2 പറഞ്ഞില്ലേ, 0 0, അതിലേക്ക് 2 അല്ലായിരുന്നേ ലെങ്ത്, ഒരെണ്ണത്തിൽ ആ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ. ഓക്കെ. ആ ആ ആ അതാണ് N. സി കാർഡിയാലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞത് കോഡിന്റെ എത്ര എന്നെന്ന് എത്ര പറഞ്ഞാൽ കോഡ് വേർഡ്സ് ഉണ്ട് എത്ര എന്നുള്ളത്. ഡിജിറ്റ് ഉണ്ടെന്നല്ലേ അല്ലേ? അതായത് ഇപ്പൊ ഓരോ നമ്മള് കോഡ് വേർഡിലും സീറോ എത്ര ഡിജിറ്റ്സ് സീറോ ഉണ്ട്. അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നേ? ആ 0 0 രണ്ടെണ്ണം. അത് തന്നെ, അതല്ലേ എന്നെ. അതാണ് N. ഓക്കെ. അപ്പൊ R ഈക്വൽ ടു എന്താ, ലോഗ് ടു ദ ബേസ് 2 കാർഡിനാലിറ്റി ഓഫ് സി ഡിവൈഡഡ് ബൈ N. ലോഗ് ടു ദ ബേസ് 2 ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. ഓക്കെ. ലോഗ് നാച്ചുറൽ ലോഗരിതം അല്ല, ബേസ് 2 ആണ്. കാൽക്കുലേറ്ററിൽ ആകെ 2 ലോഗ് ഉണ്ടാവുള്ളൂ, ബേസ് 10ഉം ബേസ് ആയിട്ടുള്ളത്. ഇത് ബേസ് 2 ആയിട്ടുള്ളതാ. എനിക്ക് അറിഞ്ഞൂടാ കാൽക്കുലേറ്ററിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം, ഇതിന്റെ മെത്തേഡ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ്, ഇതൊരു കോഡ് തന്നു കഴിഞ്ഞാൽ, അപ്പൊ ഒരു കോഡ് തന്നു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, ഒരു ഇൻഫർമേഷൻ റേറ്റ് ഉണ്ടാവും. ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ചാനൽ വഴി എന്താ ഇത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ ഈ കോഡ്സ് മൊത്തം, അല്ലേ? അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ സെൻഡ് ചെയ്യണതിന്റെ ആ സ്പീഡോ ആ ഒരു രീതിയിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ. അതൊരു ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 6. അതായത് ഏത് സി എടുത്താലും അതിന് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, 6 കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിയുടെ കാർഡിനാലിറ്റി പറയാൻ പറ്റും, അതുപോലെ ലെങ്ത് ഓഫ് ദ വേർഡും പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇൻഫർമേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫർമേഷൻ റേറ്റ് എപ്പോഴും എങ്ങനെ നിൽക്കണം, കുറച്ച് കൂടി നിൽക്കണം അല്ലേ, ഒരു ഒപ്റ്റിമം ഇതിൽ നിൽക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ N കൂടാന്നിരിക്കുക. നേരത്തെ നമ്മ റെപ്പിറ്റീഷൻ കോഡ് എടുത്തപ്പോ N കൂടുന്നു പറഞ്ഞില്ലേ, പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N കൂടുന്ന കേസിൽ ഈ 6 എന്താവും, 6 ചെറുതാവോ അതോ വലുതാവോ N കൂടി കഴിഞ്ഞാൽ? അതായത് ഇവിടെ ഇൻഫർമേഷൻ റേറ്റ് 6 ഇല്ലേ, 6 ചെറുതാകും. അതാണ് ആ പ്രശ്നം വരിക. അതായത് റെപ്പിറ്റീഷൻ നമ്മൾ കുറെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ N ഭയങ്കര വലുതാവും, അതിന് കറസ്പോണ്ട് ആയിട്ട് 6 എന്താവും, ചെറുതാവും. കാർഡിനാലിറ്റി ഓഫ് സിക്ക് ഒരു ചേഞ്ചും ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. കാർഡിനാലിറ്റി ഓഫ് സി കുറച്ച് വലുതാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കാർഡിനാലിറ്റി ഓഫ് സി നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ, കോഡ് വേർഡ്സിന്റെ എണ്ണം സെയിം അല്ലേ, അതാണ് പ്രശ്നം. അപ്പൊ അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ്. അതായത് എന്താ ചോദിച്ചേണ്ടെന്ന് വെച്ചാൽ, എക്സാമ്പിൾ കണ്ട ഗ്രൂപ്പിൽ അയച്ചാണ് PDF ഫസ്റ്റത്തെ PDF ഞാൻ നോക്കണത്. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ടേ. മോനെ എവിടെ കിടന്ന് ഭയങ്കര ബഹളം, അതാ ഞാൻ മ്യൂട്ട് ചെയ്തേ. ഓക്കെ, പറഞ്ഞു. അത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചതാണ് ഒരു PDF ഇല്ലേ, ആ PDF പറഞ്ഞുകൊണ്ടിരിക്കണത്. PDF ഉണ്ടോ കയ്യില്? PDF ഉണ്ട്, അത് നോക്കണോ? അത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് പെട്ടെന്ന് കിട്ടും. അതായത് ആ ക്വസ്റ്റ്യൻ അപ്പൊ എനിക്ക് എഴുതണ്ടല്ലോ, അത് തരണ്ട. ഓക്കെ, ഞാൻ നോക്കോളാം. അപ്പൊ അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയണത്, എടുത്തോ? ഒരു സെക്കൻഡ്. പറയട്ടെ? ഫസ്റ്റ് PDF അല്ലേ? അതെ, അതിലൊരു 5ാമത്തെ പേജ്. ഓക്കെ, എടുത്തു. അതിൽ ആ എക്സാമ്പിൾ 1.3.17 കണ്ട? കണ്ടു. ഫൈൻഡ് ഇൻഫർമേഷൻ റേറ്റ് ഫോർ ദ കോഡ്, അതല്ലേ? അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റി ഓഫ് സി എത്രയാ വരിക?
5 ആണോ 6 ആണോ? 5 അല്ലേ? 6 ആണെന്ന് തോന്നുന്നല്ലേ? 6 കാർഡിനാലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന ഓ സെറ്റ്. അത് ആ 4 സെറ്റിൽ അത് എത്ര 4 ആൾക്കാർ? n 6 അത് 4. കാർഡിനാലിറ്റി n 4. 6. അപ്പൊ നമ്മുടെ എന്താണ് അതെ കണ്ടുപിടിക്കുന്നത്? ലോഗ് ടു ദ ബേസ് 2 ഓഫ് 4 ഡിവൈഡഡ് ബൈ 6 3 അല്ല 6 അല്ലേ? 6 അല്ലേ? ആ നമ്മുടെ 6 ടെക്സ്റ്റില് 6. കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. കൂടുതൽ മിസ്റ്റേക്ക് വരുന്ന ടെക്സ്റ്റാ ഞങ്ങളുടെ. കോഡിംഗ് വായിച്ചപ്പോ തിയറി അല്ലേ? തോന്നിയായിരുന്നോ? ഒരുപാട് അല്ല, എല്ലാ ടെക്സ്റ്റും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ആണോ? അല്ലേ, ഞാൻ വായിച്ചില്ല ആ മൊത്തം. ഞാൻ അത് ഓൾറെഡി വേറെ ടെക്സ്റ്റ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് ഇതിന്. ആണോ? ഓക്കെ ഓക്കെ. ആ അപ്പൊ ഇതെന്താ വരിക? ലോഗ് ടു ദ ബേസ് 2 ഓഫ് 4. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ? അതെ അതെ. ലോഗിന്റെ പ്രോപ്പർട്ടി അറിയാലോ. ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോഗ് ടു ദ ബേസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആയിരിക്കും. അപ്പൊ അവർ ആയിരിക്കും പിന്നെ വരുള്ളൂ. ഓക്കെ. നിങ്ങൾ ln ഓഫ് ഇ റേസ് ടു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? ആ റേസ്റ്റ് ആയിട്ടുള്ള മാത്രമല്ലേ എഴുതുള്ളൂ. ഇൻവേഴ്സ് എടുക്കണ പോലെയാണ് അത് വരിക. അപ്പൊ 2ന്റെ പവർ വരും. 2ന്റെ പവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പ ചെയ്യാനായിട്ട്. കാർഡിനാലിറ്റി ഓഫ് സി 2ന്റെ പവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുള്ളൂ? ആ ലോഗ് ടു ദ ബേസ് 2 കാർഡിനാലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ ആ പവർ ആയിട്ട് കിടക്കുന്ന ഭാഗം. അവിടെ 2 സ്ക്വയർ ആയതിന്റെ മുകളിലെ പവർ 2 ആയിട്ട് എഴുതി. അപ്പൊ 2/6 ആണ് ഉത്തരം വരിക. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ലോഗരിതമിക്ക് മാറ്റി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതില് മൊത്തം 2ന്റെ പവർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളൂ. അടുത്തത് 8 ചോദിച്ചാണ്. അതുകൊണ്ട് ഇത് ഈസിയാ. അടുത്ത ക്വസ്റ്റിനിൽ 8 ആണ് കാർഡിനാലിറ്റി ഓഫ് സി ചോദിച്ചാണ്. ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മ വി എന്ന് പറയണ ഒരു വേർഡ് സെൻഡ് ചെയ്യാണ്. ഏതി കൂടെ സി എന്ന് പറയണ ഒരു കോഡിലെ എലമെന്റ് ആണ് വി ആണ് നമ്മൾ സെൻഡ് ചെയ്യണ. എന്തായിട്ട് കിട്ടി? ഡബ്ല്യു ആയിട്ട് കിട്ടിയെന്ന് ഇരിക്കുക. വി എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ്? സിയിലുള്ള എലമെന്റാ. വി ബിലോങ്സ് ടു സി. ഈ വി അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ആയിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് അടുത്തത്. ഞാൻ പറഞ്ഞു സി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും? സിക്ക് എന്തുണ്ടാവും? ഒരു റിലയബിലിറ്റി ഉണ്ടാവില്ലേ? റിലയബിലിറ്റി ഓഫ് എ കോഡ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ. റിലയബിലിറ്റി, അത് സിയുടെ റിലയബിലിറ്റി പി ആണെന്ന് ഇരിക്കുക. പി എന്ന് പറയുന്നത് എന്താ? റിലയബിലിറ്റി ഓഫ് ഇനി വി അയച്ചിട്ട് അത് ഡബ്ല്യു ആയിട്ട് കിട്ടണം എന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രോബിലിറ്റി ഉണ്ടാവില്ലേ? ഇപ്പൊ വി അയച്ചു, അത് ഡബ്ല്യു ആണ് കിട്ടണേ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു പ്രോബിലിറ്റി അതിനെ പറയുന്നതാണ് 5p ഓഫ് വി ഡബ്ല്യു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണെങ്കിൽ ഇപ്പൊ നേരത്തെ ഒരു സി എടുത്തു എന്നിരിക്കുക. സി ഈക്വൽ ടു 0 0 1 0. അവിടെ ഒരു പി എന്ന് പറയുന്നത് പി ഈക്വൽ ടു 0.7 ആണെന്നിരിക്കുക. പി എപ്പോഴും 1/2 1ന്റെ ഇടയ്ക്ക് ഉണ്ടോ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ആയിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിളിൽ തന്നെ പറയാം. ഇതിനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും ചെക്ക് ചെയ്യണത്. അതായത് 0 0 നമ്മുടെ കോഡിലുള്ള ഒരാളെ അയച്ച് വേറൊരാളായിട്ട് കിട്ടി. അതിപ്പോ 0 0 അയച്ച് 1 1 ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ 0 0 അയച്ചാൽ നമുക്ക് പല പല രീതിക്ക് വരാം. 0 0 വേണമെങ്കിൽ 0 0 ആവാം, 1 0 ആവാം, 1 1 ആവാം, 0 1 ആവാം, ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മുടെ ചെക്ക് എന്താ? 0 0 അയച്ചു കഴിഞ്ഞാൽ 1 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന്. അതിനുള്ള ഇക്വേഷനാണ് ആദ്യം എഴുതേണ്ടത്. ഇതാണ് ഇക്വേഷൻ. അതായത് 5p ഓഫ് വി ഡബ്ല്യു. അതാണ് എന്ത്? വി അയച്ച് ഡബ്ല്യു കിട്ടാനുള്ള പ്രോബിലിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താ? പി റേസ് ടു n മൈനസ് ഡി ഇൻറ്റു 1 മൈനസ് പി റേസ് ടു ഡി. ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ഡബ്ല്യു. ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എത്ര പൊസിഷനിൽ അവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന്. കുഴപ്പമില്ലല്ലോ? ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇനി അവർ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 1.3.20. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാ? ഒരു 5p പിക്ക് വരെ ഇവിടെ എന്ത് തന്നുണ്ട്? 0.07 ആണ് തന്നാണ്. കുഴപ്പമില്ല, നമുക്കിപ്പോ 1/2 1ന്റെ ഇടയിലുള്ളത് തന്നെ തരണം നിർബന്ധമില്ല. ഇപ്പൊ ഒരു വേറെ രീതിക്കാണ് പി തന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ തന്നെ ചെയ്യാം?
ആ നേരത്തെ പറഞ്ഞില്ലേ മിസ്റ്റേക്ക് ഉണ്ടാവുന്നു, കറക്റ്റ് മിസ്റ്റേക്ക് വന്നു. ആണോ? അല്ല ഞങ്ങൾ ടെക്സ്റ്റിൽ കുറെ ഉണ്ട് മിസ്റ്റേക്ക്. അതായത് നമുക്ക് ട്രസ്റ്റ് ക്വസ്റ്റ്യനില് ചെയ്യാൻ പി പറ്റും. ക്വസ്റ്റ്യനില് പി തന്നത് 0.07 ആൻസറിൽ അവർ പി ആയിട്ട് എടുത്തത് 0.97 ആയിട്ടാ. അത് കുഴപ്പമില്ല, ആ 0.97 തന്നെയാണ് പി വരേണ്ടത്. കാരണം 1/2 1 അടക്കാനുള്ളതാണ് ജനറലി തരുള്ളൂ. അത് 0.97 ഓഫ് VW. അവര് വി തന്നിട്ടുണ്ട്. വി എന്താ? 00101 W111010. അങ്ങനെയാണെങ്കിൽ 5P ഓഫ് VW എന്താ വരിക? P റേസ് ടു അത് 0.97 റേസ് ടു N മൈനസ് ഡി എന്താ വരിക? N ഇവിടെ എത്രയാ? N5. 5. ഡി എത്രയാ? ഈ ഡിയും അത് തന്നെയാണോ? എല്ലാ പൊസിഷനിലും ചേഞ്ച് ഉണ്ടല്ലോ. അതാ ഡിയും അത് തന്നെയാണോ? 5 തന്നെയാണോ? അപ്പൊ ഡിയും 5. ഡിയും 5. ഇനി അടുത്ത എന്താ? 1 മൈനസ് 0.97 റേസ് ടു ഡി. ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? 5. അപ്പൊ ഇത് ഫസ്റ്റത്തെ ടൈം എന്തായി? ഇപ്പൊ 1 ആയി. 1 ഇൻറ്റു രണ്ടാമത്തെ ടൈം എന്തായി? 0.03 അല്ലെ? 0.03 അല്ലേ വരാ കുറച്ച് കഴിഞ്ഞാ? അതെ. 03 ഓൾ റേസ് 5. അപ്പൊ ഇതാണ് ഉത്തരം വരിക. എന്താ? 0.03 ഓൾ റേസ് 5. അത് കാൽക്കുലേറ്റർ ചെയ്യാം. ഇതാണ് എന്ത് വരിക? അതിന്റെ ഉത്തരം വരിക. ഇനി അവർ അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും എന്താ സംഭവം? വി അയച്ചിട്ട് ഡബ്ല്യു ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണിത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്കിനി ഒരു സി ഉണ്ട്, അതില് V1 V2 എക്സിട്ര VK ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു W ആണ് നമ്മുടെ റിസീവ്ഡ് വേർഡ്. അങ്ങനെയാണെങ്കിൽ ഇനി V1 എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? പി തന്നിട്ടുണ്ട്, ഒരു പി തന്നിട്ടുണ്ട്. സിക്ക് ഒരു എന്ത് തന്നിട്ടുണ്ട്? റിലയബിലിറ്റി തന്നിട്ടുണ്ട്, പി എന്ന് പറഞ്ഞ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? W ആണ് റിസീവ്ഡ് വേർഡ്. അങ്ങനെയാണെങ്കിൽ ഏത് V1 ആയിരിക്കും അയച്ചതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു എങ്ങനെയായിരുന്നു? ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളത് നോക്കൂല്ലേ? അതായത് ഏത് പൊസിഷനിൽ ഏറ്റവും കുറവ് ചേഞ്ച് ഉള്ള ആൾക്കാരല്ലേ നമ്മൾ ചൂസ് ചെയ്തായിരുന്നത് നേരത്തെ? ഹലോ. നമുക്കൊരു റിസീവ്ഡ് വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് വേർഡാ സെൻഡ് ചെയ്തത് എങ്ങനെ കണ്ടുപിടിക്കാറ്? ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളത് ചൂസ് ചെയ്തിട്ടല്ലേ? അപ്പൊ ഇനി ആ സെയിം സംഭവം തന്നെ, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി തിയററ്റിക്കലി എങ്ങനെ പറയും? 5P ഓഫ് VIW കണ്ടുപിടിച്ചു എന്നിരിക്കുക. അതായത് എന്തൊക്കെ കണ്ടുപിടിക്കണം? 5P ഓഫ് V1W കണ്ടുപിടിക്കണം, 5P ഓഫ് V2W കണ്ടുപിടിക്കണം, എക്സെട്ര 5P ഓഫ് VKW വരെ കണ്ടുപിടിക്കണം. അതിനിട്ട് അതിലെ ഏറ്റവും മിനിമം എടുക്കണോ മാക്സിമം എടുക്കണോ? ഏതെടുത്താലും നമുക്ക് ഇതിൽ ഏതാ അയച്ചെന്ന് പറയാൻ പറ്റുക? അതായത് നമ്മളോട് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും? V1 അയച്ചിട്ട് W കിട്ടാനുള്ള പ്രോബിലിറ്റി, അതാണ് 5P ഓഫ് V1W. ആദ്യം എന്ത് കണ്ടുപിടിക്കും? 5P ഓഫ് V1W കണ്ടുപിടിക്കും. അടുത്ത് 5P ഓഫ് V2W കണ്ടുപിടിക്കും. അങ്ങനെ പോയിട്ട് 5P ഓഫ് VKW വരെ കണ്ടുപിടിക്കും. എന്നിട്ട് അതിലെ ഏറ്റവും മാക്സിമം എടുക്കുക. എന്നാലേ അതിലല്ലേ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി W കിട്ടാൻ. അതല്ലേ മാക്സിമം അല്ലേ? അപ്പൊ 5P ഓഫ് VIW കണ്ടുപിടിച്ചിട്ട് അതിലെ മാക്സിമം വാല്യൂ ഏതിനാണോ വരുന്നത് ആ VI ചൂസ് ചെയ്യുക. അതിപ്പോ ഫോർ എക്സാമ്പിൾ V10 മാക്സിമം വന്നിരിക്കുക. അപ്പൊ നമ്മ ഏത് കോഡ് വേർഡ് ആയിരിക്കും സെൻഡ് ചെയ്തെന്ന് പറയാം? ആ V10 ആയിരിക്കും സെൻഡ് ചെയ്തെന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ പറയണത്, ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയണത്. ഓക്കെ. അങ്ങനെയാണ് എറർ കറക്റ്റ് ചെയ്യണത്. കറക്റ്റ് എന്ത് ഡെഫിനീഷൻ വെച്ചിട്ട് പറയാം. നമ്മൾ നേരത്തെ കുറച്ചും കൂടി
കൺവെൻഷണൽ മെത്തേഡാ പറഞ്ഞത്. അതായത് ജസ്റ്റ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലല്ല പറഞ്ഞത്. ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതായിരിക്കും സെൻഡ് ചെയ്തെന്ന് പറയാം. ഇതാണ് കറക്റ്റ് എന്ത് തിയററ്റിക്കൽ മെത്തേഡ്. ഓക്കെ. അപ്പൊ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെത്തേഡിൽ വേണം എഴുതാൻ. ആ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ ആണ് 1.3.22. മനസ്സിലായ? എന്താ കണ്ട 1.3.22 ആ എക്സാമ്പിൾ കണ്ട? ടെക്സ്റ്റില്ല അല്ലേ? ആ എക്സാമ്പിൾ കണ്ടില്ലേ? ആ കണ്ടു. ആ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മ പറഞ്ഞതിന്റെ ഒരു പ്രോബ്ലം. അതായത് ഇപ്പൊ തന്നെ നമ്മ ഒരു പറഞ്ഞില്ലേ, അതായത് എങ്ങനെയാ ഒരു ഡബ്ല്യു തന്നു കഴിഞ്ഞാൽ ഏതാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള തിയററ്റിക്കൽ മെത്തേഡ്. അപ്പൊ ഇവിടെ ആ ഡബ്ല്യു ആയിട്ട് ഏതാന്നാണ്? ഡബ്ല്യു ആയിട്ട് ഏതാന്നാണ്? 00110. കോഡിൽ ആരൊക്കെ ഉണ്ട്? 01101 01001 ആ 10100 10101 അല്ലേ? ഉം. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? 5p ഓഫ് പി ഇവിടെ തന്നിട്ടുണ്ട് 0.98. 5p ഓഫ് ആ ഡബ്ല്യു കോമ ആദ്യത്തെ 01101 അത് കണ്ടുപിടിക്കണം. പിന്നെ ഡബ്ല്യു കോമ 01001 കണ്ടുപിടിക്കണം. അങ്ങനെ ഡബ്ല്യു അല്ല, ഫസ്റ്റ് വി ആണ് എടുക്കേണ്ടത്. കോഡിലെ വേർഡ് കോമ ഡബ്ല്യു. അങ്ങനെ 5pകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും മാക്സിമം ഏതിനാണ് ആ വി നമ്മൾ ചൂസ് ചെയ്യും. അതാണ് സെൻഡ് ചെയ്തെന്ന് പറയും. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ. ഇനി അപ്പൊ അത് ചെയ്യണം കേട്ടോ, അത് ചെയ്യണം. ഇനി നമുക്ക് ഈ തിയറം പറയാം. ഈ തിയറം ഏതാ? 1.3.21. നമുക്കിവിടെ എന്ത് പറയുന്നുണ്ട്? പി എന്ന് പറയുന്നത് ഒരു ബൈനറി BSc എന്ന് പറഞ്ഞാൽ ബൈനറി സിമെട്രിക് ചാനൽ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അതിന്റെ ഡെഫിനേഷൻ. ബൈനറി സിമെട്രിക് ചാനലാണ് BSc. അതിന് പി ആയിട്ട് എവിടെ തുടങ്ങി എവിടെ വരെ 1/2 1 ഇടയ്ക്ക്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് രണ്ട് കോഡ് വേർഡ് ഉണ്ട്. ഏതൊക്കെയാ? വി 6 ഇപ്പൊ ആ എക്സാമ്പിൾ തൊട്ട് മുകളിൽ കിടക്കണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, എന്റെ തൊട്ട് മുകളിൽ കണ്ടില്ലേ? ആ ആ ആ ആ അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? V1 V2 എന്ന് പറഞ്ഞ രണ്ട് കോഡ് വേർഡ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേർഡാ. ഡബ്ല്യു അപ്പൊ എന്ത് വേർഡ് ആയിരിക്കും? റിസീവ്ഡ് വേർഡ് ആയിട്ടായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഡബ്ല്യു ചിലപ്പോ സിയുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ. ആ ഇനി അവർ പറഞ്ഞിട്ടുണ്ട് V1ഉം ഡബ്ല്യുവും എത്ര പൊസിഷനിൽ ഡിസഗ്രി ചെയ്യണുണ്ട്? D1 പൊസിഷനിൽ ഡിസഗ്രി ചെയ്യണുണ്ട്. മനസ്സിലായ? അതായത് ഡിസ്റ്റൻസ് ഓഫ് V1 W എന്താ വരിക? D1. ഡിസ്റ്റൻസ് ഓഫ് V2 W D2. ഇങ്ങനെയാണ് അവർ തന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? 5p ഓഫ് V1 W ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5p ഓഫ് V2 W if and only if D1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D2. തിരിഞ്ഞല്ല കിടക്കുന്നത് അല്ലെ? തിരിഞ്ഞല്ലേ ഇനിക്വാലിറ്റി വന്നത്? തിരിഞ്ഞാണ് വരിക. കറക്റ്റാ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തുണ്ട്? ഇക്വേഷനിലെ 5p ഓഫ് V1 W 5p ഓഫ് V2 W നമ്മ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാണ്. 5p ഓഫ് V1 W ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5p ഓഫ് V2 W തന്നെയാണ്. അതിൽ നിന്ന് തുടങ്ങാണ്. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ? നമുക്ക് ഇതിന്റെ രണ്ടിന് ഇക്വേഷൻ ഉണ്ടല്ലേ? എന്താ? p റേസ് ടു n മൈനസ് ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് എത്രയാ? D1 അല്ലേ? ഇത് കുഴപ്പമില്ലല്ലോ. ഇത് എഴുതിയത് ഈ രണ്ട് ഇക്വേഷൻ ഡയറക്റ്റ് എഴുതി വെച്ചാണതാ. 5p ഓഫ് V1 W 5p ഓഫ് V2 W. കുഴപ്പമില്ലല്ലോ. ഇല്ല. അത് കുറച്ചും കൂടി ഒന്ന് ഇങ്ങോട്ട് നീക്കിയതാ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ വരിക?
p raised to n minus d1 into 1 minus p all raised to d1 less than or equal to p raised to n minus d2 into 1 minus p all raised to d2 അല്ലേ? ഇനി രണ്ട് സൈഡിലും, അതായത് ഇപ്പൊ നമുക്ക് ഒരു സൈഡിൽ പി, ഈ പീനെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താ വരിക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് p raised to n minus d1 by p raised to n minus d2 അല്ലേ? അപ്പൊ ആ പവർ മുകളിലോട്ട് വരുമ്പോ എന്ത് വരും? p raised to n minus d2. ഇവിടെ അടിയിൽ എന്ത് p raised to n minus d2 ഉണ്ട്. പവർ മുകളിലോട്ട് എടുക്കുമ്പോ ആ പവർ എന്തൊരു നെഗറ്റീവ് ആവുമല്ലേ? n minus d2 നെഗറ്റീവ് എടുക്കണം. അപ്പൊ എന്താ? മൈനസ് എൻ പ്ലസ് d2 അല്ലേ? അപ്പൊ അത് മുകളിലോട്ട് പോകുമ്പോ എന്തോ പവർ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? മൈനസ് എൻ പ്ലസ് d2 അല്ലേ? അതുപോലെ 1 മൈനസ് പി എന്താ? നമ്മ ഈ രണ്ട് ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. 1 മൈനസ് പിയുടെ പവർ എന്താ വരിക? 1 മൈനസ് പിയുടെ പവർ d1 മൈനസ് d2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? ആണ്. അപ്പൊ ഈ എന്നെ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ മുകളിലത്തെ പിയുടെയും പവർ എന്ത് തന്നെയാ? അല്ല, പിയുടെ പവർ എന്താ വരിക? d2 മൈനസ് d1 അല്ലേ? അതെ. ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? p raised to d2 minus d1 d2 minus d1 divided by 1 minus p നെ ഡിക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പൊ എന്താ വരിക അതിന്റെ പവർ? മുകളിലത്തെ പവർ എന്ത് വരും? ഡിക്ക് വരുമ്പോ നെഗറ്റീവ് അല്ലേ വരിക? തിരിഞ്ഞു വരും. d2 minus d1 തന്നെ വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അതെന്താ? p by 1 minus p all raised to d2 minus d1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതല്ലേ വന്നേണത് അല്ലേ? അതെ. d2 മൈനസ് d1 എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സോറി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ല സോറി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതല്ല, p ബൈ 1 മൈനസ് പിനെ കുറിച്ച് എന്തെങ്കിലും എന്താ? ഇപ്പൊ നമുക്ക് എന്താ പറഞ്ഞോളൂ, കേക്കാം. ഇപ്പൊ p ബൈ 1 മൈനസ് പി ഓൾ റൈസ് ടു d2 മൈനസ് d1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് p ബൈ 1 മൈനസ് പിയുടെ ഇതെന്താ വരിക? p ബൈ 1 മൈനസ് പി. പി ആണോ 1 മൈനസ് പി ആണോ വലുത് വരിക? 1 മൈനസ് പി അല്ലേ? 1 മൈനസ് പി, 1 മൈനസ് പി ആണ് വലുത് വരിക അല്ലേ? അതെ. ഈ ടെക്സ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. p ബൈ 1 മൈനസ് ഇപ്പൊ 1 മൈനസ് പി എന്താ വരിക ശരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ വരിക? നമുക്ക് എന്താ? p ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് പി അല്ലേ? അതെ. സോറി, ഇവിടെ p ലെസ് ദാൻ അല്ല, p ഗ്രേറ്റർ ദാൻ അല്ലേ വരുള്ളൂ. ഒന്ന് നോക്കി നോക്കിയേ. അല്ലെ, നമുക്ക് p ഇവിടെ എന്താ വേണ്ടത്? 1/2 ലെസ് ദാൻ p ലെസ് ദാൻ 1 അപ്പൊ p ആണോ 1 മൈനസ് പി ആണോ വലുത് വരിക? എന്താ പിയുടെ റേഞ്ച് എങ്ങനെ? നമുക്ക് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് 1/2 ലെസ് ദാൻ p ലെസ് ദാൻ 1. അത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. ഞാൻ ഇന്നലെ അത് എഴുതി കാണിച്ചായിരുന്നു. ഇന്നലെ ചെയ്ത വേറെ പ്രോബ്ലം. അതോണ്ട് ഇന്നലത്തെ പ്രോബ്ലം കണ്ടിട്ടായിരിക്കും 1 മൈനസ് പി അല്ലേ? ഇന്നലെ ഒന്നും കൂടെ ചോദിച്ചേ പി എന്തിന്റെ ഇടക്കായിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ പി ആ വലുത്. അപ്പൊ p ബൈ 1 മൈനസ് പി എന്താ വരിക? ഗ്രേറ്റർ ദാൻ 1 അല്ലേ വരിക? ആണ്. അപ്പൊ ഒരു പോസിറ്റീവ്, അതായത് 1നേക്കാളും വലിയൊരു സംഖ്യയാണ് ഏത്? ഈ p ബൈ 1 മൈനസ് പി അല്ലേ? p ബൈ 1 മൈനസ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ?
അപ്പൊ അതിന്റെ ഒരു പവർ എടുത്തപ്പോ വണ്ണിനേക്കാളും ചെറിയൊരു സംഖ്യ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ പവർ എന്താ ചെയ്യാൻ പറ്റൂ? അതായത് വണ്ണിനേക്കാളും വലിയൊരു സംഖ്യയുടെ പവർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 2 എടുത്തു എന്നിരിക്കുക, വെറുതെ 2 എന്ന് പറഞ്ഞ ഒരു സംഖ്യ എടുത്തു. 2 എന്തെങ്കിലും ഒരു സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ എയുടെ ചാൻസ് എന്താ? എക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഖ്യ വരാൻ പറ്റുമോ? ഇല്ല. ഇല്ല. എ എന്തായിരിക്കും? ഇല്ല. ഒരു സീറോയോ നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ അല്ലേ? സീറോയേക്കാൾ ചെറുത്. ആ അപ്പൊ എന്താ വരിക? നെഗറ്റീവ് അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 0-നേക്കാളും ചെറുത്. അപ്പൊ ഇവിടത്തെ കേസിൽ എന്ത് വരും? p(1 - p) > 1 ആണ്. അതിന്റെ പവർ നെഗറ്റീവ്. എടുത്തപ്പോ ലെസ് ദാൻ. അപ്പൊ d2 - d1 എന്താ വരാൻ പറ്റുള്ളൂ? ഒന്നിലെ 0 അല്ലെങ്കിൽ 0-നേക്കാളും ചെറുത്. സോറി, d2 - d1 ഒന്നിലെ 0 അല്ലെങ്കിൽ 0-നേക്കാളും വലുത്. 0-നേക്കാളും ചെറുത് അല്ലേ? അല്ലേ? ആ അതെ. ചെറുത്. അപ്പൊ d2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു d1. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ട്. ഇത് ഫസ്റ്റത്തെ ഈസി ആയിട്ടുള്ള ഒരു തിയറാണ്. ചിലപ്പോ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റത്തെ തിയർ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തെ തന്നെ നിങ്ങൾക്ക് സെക്ഷൻ തിരിച്ചിട്ടല്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് തന്നെ. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓരോ ഡബ്ല്യു എടുക്കുക, എന്ത് കണ്ടുപിടിക്കുക? ഇവിടെ 5p(v)(1w) എടുത്ത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം ഇവര് ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിച്ചാണ്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിച്ചാലും മതി എന്ന്. ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും മെത്തേഡ് ഏതാ? 5p വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അത് നമ്മൾ യൂസ് ചെയ്യണ ഒരു ടേബിളിൽ വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ അല്ല. ഓക്കെ, ഇനി അടുത്താണ് ബേസിക് ആൾജിബ്ര എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ട. അതായത് അടുത്ത 2 ടേബിൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പേജിന്റെ 9ാമത്തെ പേജിന്റെ ലാസ്റ്റ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF പേജ് നമ്പർ അല്ല, ടെക്സ്റ്റിലെ പേജ്. PDF 7. ബേസിക് ആൾജിബ്ര എന്ന് പറഞ്ഞ ഈ ഫസ്റ്റിന് അവര് പറഞ്ഞിട്ടുണ്ട് k = 0, 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? സെറ്റു ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെറ്റു അറിയോ? അതായത് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. എന്താ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഓപ്പറേഷൻ നമ്മൾ പറയും. അഡീഷൻ മോഡുലോ 2ഉം മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 2ഉം. അതായത് ഇവിടെ ഇതിന്റെ ഉള്ളില് 2-നേക്കാളും വലിയൊരു സംഖ്യ അല്ലെങ്കിൽ 1-നേക്കാളും വലിയൊരു സംഖ്യ വന്നിരിക്കുക. അപ്പൊ 0ഉം 1ഉം അല്ലാണ്ട് ചിലപ്പോൾ ഒരു 3 ഒരാൾ പറയാണ്. അപ്പൊ തന്നെ നമ്മൾ 3ന് എന്ത് ചെയ്യും? മോഡുലോ 2 കൊടുക്കും. അതായത് മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എളുപ്പത്തിൽ പറഞ്ഞുതരാണ്. ഇതല്ല കറക്റ്റ് ഡെഫിനേഷൻ. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈവൻ ഓടും വരുവാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. ഈവൻ ആണെങ്കിൽ 0 ആക്കുക, ഓഡ് ആണെങ്കിൽ 1 ആക്കുക. അതല്ല കറക്റ്റ് മെത്തേഡ്. മോഡുലോ എടുക്കണം എന്ന് തന്നെയാണ് കറക്റ്റ് പറയാ. പക്ഷെ നമുക്ക് ഇവിടെ ഇത് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഇവര് ബേസിക് ആൾജിബ്രയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ? 0 + 0 എന്താ വരാ? 0 തന്നെ. നമ്മൾ സാധാ ആദ്യം കൂട്ടുക, എന്നിട്ട് 2-നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. സാധാ അല്ല, എപ്പോഴും എന്ത് ചെയ്യാ? സാധാ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യാ. അവിടെ 1ഉം 0 അല്ലാത്ത ഒരാൾ വന്നാൽ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി 0 + 1 എന്താ വരാ? 1 + 1 എന്താ വരാ? അത് 0 ആക്കും അല്ലേ? 2 ആവും, അത് 0 ആവണം. അതിന് 0ഉം 1 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്തത് എന്താ? 1 + 0 അതെന്താ വരാ? 1. 0 × 0 എന്താ വരാ? അതും അങ്ങനെ തന്നെ അല്ലേ? സാധാ പോലെ തന്നെ ചെയ്യാ. 1-നേക്കാളും 0 × 0 എന്താ വരാ? 0. 1 × 0യോ? 0 × 1ഓ? 1 × 1ഓ? ഇനി അടുത്തവര് പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ സം ഓഫ് 0, 1, 1, 0, 1, 1, 1, 0, 0, 1. അതെന്താ ചെയ്യാ? രണ്ടെണ്ണം നേരത്തെ ചെയ്താ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് തമ്മിൽ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. മനസ്സിലായ? അപ്പൊ ഇതെന്ത് കുഴപ്പമില്ലല്ലോ. അവിടെ ആഡ് ചെയ്തെന്ത് കുഴപ്പമില്ലല്ലോ? ഇല്ല.
അത് ജസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ത് ചെയ്യാം, ഇപ്പൊ ഇതുപോലെ ഞാൻ തന്നെ വെറുതെ എഴുതാം. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയല്ലേ? നമ്മൾ പറഞ്ഞു തന്നെ, അതായത് ഇപ്പൊ ആ ആ. 2 കോഡ് നമ്മൾ എഴുതാന്നിരിക്കുക, 0 1 1 0 1 പ്ലസ് 1 1 0 0 1. നമ്മ എന്താ ചെയ്യാ, കറസ്പോണ്ടിങ് എലമെന്റ് കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യും. ഫസ്റ്റത്തെ ഡിജിറ്റ്സ് ഏതൊക്കെ വരിക, ഇവിടെ നമുക്ക് ലെഫ്റ്റിന്നോ റൈറ്റിന്നോ എവിടെ നിന്ന് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മ ചില സമയം മറ്റേ സാധാ റിയൽ നമ്പർ ആഡ് ചെയ്യുമ്പോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണല്ലോ, ഇവിടെ അതൊന്നും പ്രശ്നമില്ല. ഇവിടെ 1 0, ഇവിടെ എന്താ 1 0 1 0 0, കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് വി ഈസ് എ വേർഡ് ദെൻ വി പ്ലസ് വി ഈക്വൽ ടു 0. അത് ശരിയല്ലേ? വി പ്ലസ് വി എന്തായിരിക്കും, 0 ആയിരിക്കില്ലേ? കാരണം എന്താ, അത് 0 ആവില്ല എന്ന് നിങ്ങൾ വിചാരിക്കണത് എപ്പോഴും. ചിലപ്പോൾ അതിനെ വിചാരിച്ചു പോകണത് എന്തുകൊണ്ടായിരിക്കും, ആ കറസ്പോണ്ടിങ് പൊസിഷൻസിൽ നിങ്ങൾ മാറ്റം വരുത്തും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഒരു കോഡ്, നമ്മൾ ഇതിന് ഇത് വെച്ച് തന്നെ ആഡ് ചെയ്യാം. അപ്പൊ അവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡ് ചെയ്യണത് ഒന്നില്ലെങ്കിൽ 0 പ്ലസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 പ്ലസ് 1 ആയിരിക്കും, അല്ലെ? അല്ലാണ്ട് വേറെ ഒന്നും അവിടെ അഡീഷൻ പറ്റില്ല ഡിജിറ്റ്സിൽ. കാരണം സെയിം സാധനങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരുള്ളൂ, 0 ആയി വരുള്ളൂ. 0 പ്ലസ് 0യും 0 ആണ്, 1 പ്ലസ് 1ഉം 0 ആണ്. അതുകൊണ്ട് ഈ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് എന്താ വരുള്ളൂ, 0 ആയി വരുള്ളൂ. ഇതെപ്പോഴും എങ്ങനെ വിചാരിക്കണം, വി ഈക്വൽ ടു നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം, v1 v2 എക്സെട്ര vk. ഇനി വി പ്ലസ് വി എന്താ വരിക, v1 പ്ലസ് v1, സോറി ആ ഡിജിറ്റ്സ് ആണ് ഇത്. v1 എന്ന് പറയുന്നത് ലെറ്റേഴ്സ്, ഒരു വേർഡ് മൊത്തമല്ല, 0 1 അതാണ് v1 കൊണ്ട് ഡിനോട്ട് ചെയ്യണത്. അടുത്ത് v2 പ്ലസ് v2 എക്സെട്ര vk പ്ലസ് vk. അതെന്താ വരിക, 0 0 0 0 0, മൊത്തം 0. അതാണ് അവിടെ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരു ചോദിച്ചിട്ടുണ്ട്, വി പ്ലസ് ഡബ്ല്യു 0 ആണെങ്കിൽ വിയും ഡബ്ല്യു എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ആയിരിക്കില്ലേ? ആയിരിക്കും. കാരണം സെയിം, ഇപ്പൊ വി പ്ലസ് ഡബ്ല്യു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അതിന്റെ എല്ലാ ഡിജിറ്റ്സുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഡിജിറ്റ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഫസ്റ്റത്തെ ഡിജിറ്റ് സെയിം ആയിരിക്കണം, എന്നല്ലേ അത് ആഡ് ചെയ്യുമ്പോൾ 0 വരുള്ളൂ. അത് തൊട്ട് മുന്നത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ രണ്ട് ഇതുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോ 0 വന്നു. ഫസ്റ്റ് 0 എപ്പോഴേ വരുള്ളൂ, ഏതൊക്കെ ആഡ് ചെയ്താലേ വരുള്ളൂ, 0 പ്ലസ് 0യും 1 പ്ലസ് 1 ആഡ് ചെയ്താൽ മാത്രമല്ലേ 0 വരുള്ളൂ. വേറെ എപ്പോഴെങ്കിലും 0 വരുമോ? ഇല്ല. അതായത് അപ്പൊ ഒരു സ്ഥലത്ത് 1, അത് ഫസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാന്നിരിക്കുക. ഫസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റത്തെ 2 വേർഡ് വിയും ഡബ്ല്യു ആഡ് ചെയ്തപ്പോ 0 വന്നു. ഫസ്റ്റത്തെ ഡിജിറ്റ് ചെക്ക് ചെയ്യാണ് സെയിം ആണോ എന്ന്. വിയുടെ ഫസ്റ്റത്തെ ഡിജിറ്റ് ഒരു 1 ആണെന്നുണ്ടെങ്കിൽ ഡബ്ല്യുവിന്റെ ഫസ്റ്റത്തെ ഡിജിറ്റ് എന്ത് തന്നെ വരണം, 1 തന്നെ പറഞ്ഞാൽ പറ്റുമല്ലേ? അല്ലെങ്കിൽ ആഡ് ചെയ്തതിന് 0 വരില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റത്തെ ഡിജിറ്റ് ഏതാണോ അത് തന്നെ ഡബ്ല്യുവിനും വരും. അതുപോലെ ഓരോ ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് സെയിം ആവും, തേർഡ് ഡിജിറ്റ് സെയിം ആവും, അങ്ങനെ ഓരോ ഡിജിറ്റും സെയിം ആവും. അതായത് വിയും ഡബ്ല്യു എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് എന്താ ശരിക്കും തീരം പറയുന്നത്, വി പ്ലസ് ഡബ്ല്യു 0 ആണെങ്കിൽ ഇംപ്ലൈസ് വി ഈക്വൽ ടു ഡബ്ല്യു ആയേ പറ്റും. വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈക്വൽ ടു ഡബ്ല്യു. വിയും ഡബ്ല്യു ഈക്വൽ ആണെങ്കിൽ വി പ്ലസ് ഡബ്ല്യു 0 ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്തും കൂടി കിട്ടി, വി പ്ലസ് ഡബ്ല്യു 0 ആണെങ്കിൽ വിയും ഡബ്ല്യു ഈക്വൽ ആണെന്നും കൂടി കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എത്ര പൊസിഷനിൽ ചേഞ്ച് വരുന്നു നോക്കി കഴിഞ്ഞാൽ അതാണ് വിയും ഡബ്ല്യു തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 0. കാരണം ഒരു പൊസിഷനിലും ചേഞ്ച് ഇല്ല, 0 ആയിരിക്കും, അല്ലെ? ആ ഡിസ്റ്റൻസിനെ പറയണ പേരാണ് ഹാമിങ് ഡിസ്റ്റൻസ് എന്ന് കേട്ടോ. ഹാമിങ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഹാമിങ് ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പൊ നമുക്കൊരു വി അയക്കാണ്, ഡബ്ല്യു ആയിട്ട് അത് റിസീവ് ചെയ്തു.
അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിയുടെ കിട്ടണേ അല്ലേ? എന്താ കേട്ടില്ല? അതായത് വി നമ്മ അയക്കാണ്, ഡബ്ല്യു ആയിട്ട് റിസീവ് ചെയ്തത്. ഒരു എറർ പറ്റാം അല്ലെ? ഈ എറർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഈ എററിനെ നമ്മ എങ്ങനെ വിളിക്കുക? എറർ എന്ന് പറയുന്നത് വേറൊരു സീറോയും മണ്ണും വെച്ചിട്ടുള്ള വേറൊരു വേർഡ് ആയിരിക്കും ഈ എറർ എന്ന് പറയുന്നത്. അതായത് വിയോടൊപ്പം വി ഈ ചാനലിൽ കൂടെ അയക്കുന്ന സമയത്ത് വിയോടൊപ്പം പ്ലസ് ഒരു യു വരും. ആ യു ആണ് എന്ത്? എറർ. അങ്ങനെയാണ് എന്ത് കിട്ടണത്? ഡബ്ല്യു കിട്ടണത്. വി ആയിട്ട് അയച്ചെങ്കിലും ആ വിയോടൊപ്പം നമ്മൾ ഒരു എറർ കയറി വരും. അതിന് നമ്മൾ എന്ത് പറയും? എറർ പാറ്റേൺ എന്ന് വിളിക്കും. അതിനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിനോട്ട് ചെയ്യണ 3 വേർഡുകൾ ഏതൊക്കെയാ? വിയും യുവും ഡബ്ല്യു. വി എന്ന് പറയുന്നത് ജനറലി ഏതിനാ? സെൻഡ് വേർഡ്. ഡബ്ല്യു എന്ന് പറയുന്നത് റിസീവ്ഡ് വേർഡ്. യു എന്ന് പറയുന്നതാണ് എന്ത്? എറർ പാറ്റേൺ. അപ്പൊ വി എന്ന് പറയുന്നത് അയക്കുമ്പോ ഡബ്ല്യു ആയിട്ട് റിസീവ് ചെയ്തു. പക്ഷെ വിയോടൊപ്പം എന്തും കൂടി ചേർന്നപ്പോഴാണ് ഡബ്ല്യു വന്നത്. വി ഡബ്ല്യു വേറെ വേറെ ആൾക്കാരാവാം, യുവും കൂടി ചേർന്നപ്പോഴാണ് ഡബ്ല്യു വന്നത്. അപ്പൊ നമുക്ക് ഡബ്ല്യു തന്നു. ഡബ്ല്യു തന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന് ഞാൻ രണ്ട് സൈഡിലും വി ആഡ് ചെയ്തു എന്നിരിക്കുക. അല്ല വേണ്ട, രണ്ട് സൈഡിലും യു ആഡ് ചെയ്തു എന്നിരിക്കുക. അപ്പൊ ഇതെന്താ വരിക? രണ്ട് സൈഡിലും യു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി പ്ലസ് യു പ്ലസ് യു ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് യു. പിന്നല്ലേ വരിക? യു പ്ലസ് യു എന്തായിരിക്കും? സീറോ ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞു വി പ്ലസ് വി എപ്പോഴും സീറോ ആയിരിക്കും. ഏത് രണ്ട് കോഡ് അതുപോലെ തന്നെ ആഡ് ചെയ്താലും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് വി ഈക്വൽ ടു എന്താ? ഡബ്ല്യു പ്ലസ് യു ആയിരിക്കും. അപ്പൊ നമുക്ക് ഡബ്ല്യു യുവും തന്നു കഴിഞ്ഞാൽ വി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വിയും യു തന്നാലും ഡബ്ല്യു കണ്ടുപിടിക്കാം. മനസ്സിലായ? ഇതിൽ ഏതെങ്കിലും രണ്ടാൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു റിസീവ്ഡ് വേർഡ് ഡബ്ല്യു ആണ് തന്നേണേ, എറർ പാറ്റേൺ യു ഉണ്ട് എന്ന് തന്നു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് യു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? വി കിട്ടും. ഇനിയിപ്പോ ഇങ്ങനെയല്ല തന്നേണേ, വേറെ രീതിക്കാണ്. എറർ പാറ്റേണും തന്നു, സെൻഡ് ചെയ്താണ് വേർഡ് വി ആണെന്നിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും? റിസീവ്ഡ് വേർഡ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കോമൺലി ചോദിക്കുന്നത് ഈ ഫസ്റ്റ് എഴുതിയാണ് ആളാണ്. എന്ത്? ഡബ്ല്യു തരും, റിസീവ്ഡ് വേർഡ് തന്നിട്ട് വി കണ്ടുപിടിക്കാനാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി വിയും ഡബ്ല്യുവും തന്നു കഴിഞ്ഞാൽ യു കണ്ടുപിടിച്ചൂടെ? വി പ്ലസ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? യു വരും. അതായത് ഇവിടുത്തെ മെയിൻ പ്രോപ്പർട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലസും മൈനസും ഇവിടെ സെയിമാ. അതായത് വി പ്ലസ് ഒരു ഡബ്ല്യു കണ്ടുപിടിക്കാൻ പറഞ്ഞാലും വി മൈനസ്, അത് നമ്മൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല് യു പ്ലസ് യു സീറോ അല്ലേ? യു വേണ്ട, ജനറലി വി എഴുതാം. ഇത് നമുക്ക് എങ്ങനെയാ? വീനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്ത് വരും? വി ഈക്വൽ ടു മൈനസ് വി അല്ലേ? നമ്മൾ സാധാരണ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നെഗറ്റീവ് അല്ലേ എഴുതാം? അതായത് ഒരു സംഖ്യയും, അത് നമ്മൾ സെറ്റുവിന്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. അതായത് വിയും മൈനസ് വി എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇനി ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനില് മൈനസ് ഇടേണ്ട സമയത്ത് നമ്മൾ ഏത് തന്നെ ഇടുള്ളൂ? പ്ലസ് തന്നെ ഇടുള്ളൂ. അപ്പൊ എപ്പോഴും മനസ്സിലുണ്ടാവണം എന്ത്? പ്ലസും മൈനസും കോഡിംഗ് തിയറിയിൽ ഇനി എന്താ? സെയിമാ. സെറ്റ് അതിന്റെ ഫീൽഡ് സെറ്റ് ആയതിന്റെ ഒരു പ്രത്യേകതയാണ് അത്. എന്താ എപ്പോഴും അത് രണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് വിയും ഡബ്ല്യു, അതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിങ്ങനെ എഴുതാൻ പറ്റുമോ? ഹലോ ഹലോ, കേക്കാം. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യുവിനെ വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? അറിയില്ല. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതാം. 111 കോമ 110. ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ വരിക? ഡിസ്റ്റൻസ് 1. ഡിസ്റ്റൻസ് 1 ആണ് വരാ അല്ലേ? ഒരു സെക്കൻഡ്. ഇനി
പറഞ്ഞോളൂ. ഹലോ, സോറി. ആ കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ഓഫ് 111ഉം 110യും തമ്മിൽ അത് നമ്മൾ എങ്ങനെ ശരിക്കും കണ്ടുപിടിച്ചത്? എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട് എന്നല്ലേ കണ്ടുപിടിച്ചത്? ഒരു അതെ. പൊസിഷനിലാണ് ചേഞ്ച് ചെയ്ത് അല്ലെ? ഇനി ഇത് ആ, ആഡ് ചെയ്തു എന്നിരിക്കുക. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇല്ലാത്ത പൊസിഷനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുള്ളൂ? 0 അല്ല വരുള്ളൂ. അത് രണ്ട് ഇതിന്റെ നോക്കുക, ഫസ്റ്റത്തെ 2 പൊസിഷൻ സെയിം ആ ആ. അപ്പൊ സെയിം അത് ആഡ് ചെയ്ത് എന്ത് ആയിരിക്കും. വരുള്ളൂ? 0 അല്ലെ? അപ്പൊ ഇത് ആഡ് ചെയ്തു എന്നിരിക്കുക. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് പൊസിഷനിലാണോ ചേഞ്ച് വരുന്നത് ആ പൊസിഷനിൽ മാത്രമല്ലേ 1 വരുള്ളൂ ആഡ് ചെയ്ത സമയത്ത്. അതെ. അപ്പൊ അതിന്റെ വെയിറ്റും ഡിസ്റ്റൻസും സെയിം ആവണില്ലേ? V+W എടുത്തതിന്റെ വെയിറ്റും ഡിസ്റ്റൻസും സെയിം ആയിട്ടല്ലേ വരുന്നേ? ആ മനസ്സിലാവണില്ലേ? ഒരു സെക്കൻഡ്. അത് കാരണം നമ്മൾ അത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണത് എങ്ങനെയാ? അല്ലെങ്കിൽ അത് നമുക്ക് ആദ്യം ഏത്? വെയിറ്റ് പറയാം. ഉം. 111ഉം 110യും 111ഉം പ്ലസ് 110 എടുത്തു. ഇത് ആഡ് ചെയ്യണ സമയത്ത് ഫസ്റ്റത്തെ 2 പൊസിഷൻ സെയിം ആ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തോരും 0 വരും. 0 രണ്ടാമത്തെ 2 വരും. പൊസിഷൻ സെയിം ആ, അതുകൊണ്ട് എന്തൊരു 0 വരും. മൂന്നാമത്തെ പൊസിഷൻ സെയിം അല്ല, അതുകൊണ്ട് 1 വന്നു. അപ്പൊ അതിന്റെ 1 വെയിറ്റ് വരും. എന്തായി? 1 ആയി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്താ? 1 വരുന്നത്. 1 1 1 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര ആ വെയിറ്റ് ഓഫ് പ്രാവശ്യം? വെയിറ്റ് ഓഫ് V പ്ലസ് ആ ഡബ്ല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കും ഡബ്ല്യൂവിനും എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ എഴുതിയത്? അതെ. അല്ലെ? ആ ചേഞ്ച് ഉള്ള പൊസിഷനിൽ 1 വന്നു. ആ 1കളുടെ എണ്ണാണ് വെയിറ്റ്. അപ്പൊ അതുകൊണ്ട് അതെ. ഇതും ഡിസ്റ്റൻസ് എന്താ? ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അത് ഡിസ്റ്റൻസ് ഓഫ് V, ഡബ്ല്യൂ വെയിറ്റ് ഓഫ് V+W എന്താ? സെയിം ആ. അത് നമുക്ക് കുറെ സ്ഥലത്ത് ചിലപ്പോൾ ആ യൂസ് ചെയ്യും. ഡിസ്റ്റൻസ് ഓഫ് V, ഡബ്ല്യൂ കണ്ടുപിടിക്കുന്നതിന് എന്ത് കണ്ടുപിടിക്കുള്ളൂ? വെയിറ്റ് ഓഫ് V+W കണ്ടുപിടിച്ചിട്ട് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കും. അതല്ലേ കുറച്ചും കൂടി എളുപ്പം. തെറ്റില്ല. ആ ഡിസ്റ്റൻസ് ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റും. അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ. ആ ഇനി നമ്മൾ അടുത്തൊരു മെയിൻ ഭാഗത്തേക്കാണ് കിടക്കണേ. അതായത് മെയിൻ ഭാഗം ഞാൻ പറയാം. മെയിൻ ഭാഗം എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയും അതൊരു ടേബിൾ ആണ്. മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു ടേബിൾ ആണ്. ആദ്യം തന്നെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും എന്താന്ന് പറയണം. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ഈ പറഞ്ഞത് നമുക്കൊരു ആ നമുക്ക് ഈ സീലുള്ള ആൾക്കാരാക്കി മാറ്റണത് ശരിക്കും എന്താ? ഒരു ഇൻഫോർമേഷൻ ആണ്. നേരത്തെ ഒരു പേ മീ പറഞ്ഞിട്ടൊരു മെസ്സേജ് കണ്ട, സേവ് മീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ്. അപ്പൊ വലിയ ഇപ്പൊ ഡിഫൻസിലൊക്കെ യൂസ് ചെയ്യണ മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കാന്ന് പറയും. ഡീസൈഫറിംഗ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തത്. ഫസ്റ്റ് സെമ്മിൽ വരും അത്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊരു ഭാഗത്ത്. അത് നമുക്കൊരു വലിയ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്ത് വേറൊരു സിമ്പിൾ ഫോമിലേക്ക് ആക്കി പറ്റും. ആ സിമ്പിൾ ഫോമാണ് നമ്മുടെ ഇവിടുത്തെ കോഡ്സ്. മനസ്സിലായ? ആ അതൊരു വലിയ മെസ്സേജിനെ കോഡാക്കി മാറ്റണ ആ പ്രോസസ്സിനാണ് എന്ത് പറയാ? എൻകോഡിങ് ഓഫ് എ മെസ്സേജ് എന്ന് പറയാം. ഓക്കെ. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ അയച്ചയുടെ വീന എന്ത് ചെയ്യും? തിരിച്ച കോഡാക്കി മാറ്റും. അതാണ് ഡീകോഡിങ്. എൻകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജിനെ അറിയാത്ത ഫോമാക്കി മാറ്റുക. ആ അറിയാത്ത ഫോമിനെ തിരിച്ച് മെസ്സേജ് ആക്കി മാറ്റുന്നത് എന്ത്? ഡീകോഡിങ്. ഓക്കെ. ഇനി നമുക്ക് ചില സമയത്ത് ക്വസ്റ്റ്യനില് ഇപ്പൊ ഞാൻ W വന്നിട്ട് V കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ രീതിക്ക് അടിവെക്കും. ഗിവൺ ഡീകോഡ് W ഈക്വൽ ടു ഒരു 11011 വേർ C ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്താ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്? ആ W കിട്ടണത് ഏത് സെന്റിവേഡ് ഏതാന്ന് കണ്ടുപിടിക്കണം. അതാണ് ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായ? എൻകോഡ് എന്തെന്നിട്ടാ നമുക്ക് സെന്റിവേഡിനെ ഒരു കോഡ് വേർഡ് ആക്കി മാറ്റും. അതായത് നമ്മവിടെ V ആക്കി മാറ്റണേ. നമ്മുടെ ഒരു വലിയ മെസ്സേജിനെ V ആക്കി മാറ്റും. ഇനി ആ വിനെ W ആയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ Wനെ V ആക്കി മാറ്റി അതിന് തിരിച്ച ഇൻഫർമേഷൻ ആക്കണതിന് എന്ത് പറയാ? ഡീകോഡിംഗ് എന്ന് പറയാ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പൊ ഡീകോഡിംഗ് തന്നെ 2 വിധത്തിലുണ്ട്. അതായത് ഇവിടുത്തെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയത് നമുക്കൊരു W റിസീവ് ചെയ്തു അതിന് V ആക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കണില്ലല്ലോ. നമുക്ക് ആ W ആക്കല് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ ക്രിപ്റ്റോഗ്രഫിയിലെ ആൾക്കാരെ ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ആ എറർ കറക്റ്റ് ചെയ്യാം. അതായത് റിസീവ്ഡ് വേർഡിനെ സെൻഡിവേർഡ് ഏതാന്ന് കണ്ടുപിടിക്കാം. ഇവിടെ പറയുകയാണെങ്കിൽ W കിട്ടിക്കഴിഞ്ഞാൽ V കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഒരു W കിട്ടി. അതിന് നമുക്ക് 2 രീതിക്കുള്ള ഡീകോഡിംഗ് ഇവിടെ വരും. അത് V കണ്ടുപിടിക്കുന്ന 2 രീതികളുണ്ട്. അതിന് ആദ്യത്തെയാണ് കംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ്. അടുത്തത് ഇൻകംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ്. അതായത് ഒരെണ്ണം കംപ്ലീറ്റും ഒരെണ്ണം ഇൻകംപ്ലീറ്റും.
മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിങ്. മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്ത് കിടക്കുന്ന ആളെ ഡീകോഡ് ചെയ്യുക, ഏറ്റവും എടുത്ത് കിടക്കുന്ന ആളായിട്ട് അതിനെ ഡീകോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്ന സെയിം ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് തന്നെ. ഏറ്റവും എടുത്ത് കിടക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള ആളായിട്ട് ഡീകോഡ് ചെയ്യുക. ഈ കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും തമ്മിലുള്ള ഒരു പ്രത്യേകത വേണമല്ലോ അപ്പൊ എന്തായാലും, അല്ലെ? ആണ്. അപ്പൊ ഞാൻ ഒരു സി എടുക്കാണ്. 0 0 1 0 0 0 പറ്റില്ല, 0 0 0 1 0 0 0 1 1 ഇതാണ് കോഡ് എന്നിരിക്കുക. ഓക്കെ, 1 1 1 ആണ് ഡബ്ല്യു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ബി സെൻഡ് ചെയ്ത എന്ത്? 0 1 0 1 1 അല്ലെ? നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? വി മസ്റ്റ് ബി എന്താ വരുള്ളൂ? 0 1 1 വരുള്ളൂ. നമ്മൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എടുത്തു. ഇനി അടുത്ത ഞാൻ വേറൊരെണ്ണം പറയാണ്. സീറോ വൺ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അല്ലേ? ഇവിടെ നമുക്കിപ്പോ കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റിയത് എന്താ കാരണം? ഈ വി കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റിയത് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഒരാളായിട്ട് കിട്ടിയല്ലേ? അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തോട്ടെട്ടാ. ഇവിടെ നമ്മ പറഞ്ഞു, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ഇടാം. സ്ട്രിക്സ് വരാത്തൊരെന്നോട്ടെ. സീറോ 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 1 0 1 0. ഓഫ്, അടുത്ത മിസ്റ്റേക്ക്. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റാ, ഒരുപാടുണ്ട്. അത് ഇവിടെ ലെങ്ത് ഒക്കെ, പക്ഷെ നമുക്ക് മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു, ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എല്ലാത്തിന്റെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഫസ്റ്റത്തെ 2 4 എഴുതിയിട്ട് മൂന്നാമത്തെ കോഡ് വേർഡിന്റെ ലെങ്ത് 3 ചൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സെയിം ആയിരിക്കണം, ലെങ്ത് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇതാണ് കോഡ് വന്നിരിക്കുക. ഇതില് 0 0 1 1 W equal to 0 0 1 1 ആന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ വി എന്തായിരിക്കും ചൂസ് ചെയ്യുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വെറുതെ വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യൂ ചെയ്ത് നോക്കിയാൽ മതിട്ടാ, പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോ. വി എന്താ വരിക? വി വരിക ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ഏതിനാ വരിക? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടേ. കിട്ടിയില്ലേ? തേർഡ് വൺ. വി എന്താ വരിക? 0 1 1 1 ആണ് വരാ അല്ലെ? ഇനി അടുത്ത തന്നെ എടുത്തു 1 0 0 1 എടുത്തു ഡബ്ല്യു ആയിട്ട്. ഇതിന്റെ ഏതാ വരിക? ഇതിന്റെ രണ്ടെണ്ണം വരുമോ? രണ്ടെണ്ണമായിട്ട് നമുക്ക്, അതായത് ഒരു ഡബ്ല്യു അയച്ചു, ആ ഡബ്ല്യുവിന് റെസ്പോണ്ട് 2 എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ എടുത്ത് 2 ആൾക്കാർ കിടക്കണ്ടല്ലേ, ഫസ്റ്റത്തി ലാസ്റ്റത്തി, അല്ലേ? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെ ആണോ? അല്ല, സോറി, ഫസ്റ്റത്തേല് എത്ര ഡിസ്റ്റൻസ് വന്നു? 2 ഡിസ്റ്റൻസ് അല്ലേ? 2. രണ്ടാമത്തേല് എത്ര ഡിസ്റ്റൻസ് വന്നു? 2 ഡിസ്റ്റൻസ്. മൂന്നാമത്തേല് എത്ര ഡിസ്റ്റൻസ് വന്നു? 3 ഡിസ്റ്റൻസ് ഉണ്ടല്ലേ? അപ്പൊ ഇവിടത്തെ കേസിൽ ഒന്നാമത്തെയും വരാം, രണ്ടാമത്തെയും വരാം അല്ലേ?
അപ്പൊ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാം. അതായത് ഒരു റിസീവ്ഡ് വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എടുത്തായിട്ട് 2 വേർഡ്സ് കോഡിൽ കിടക്കുന്നുണ്ട് ഇരിക്കുക. 2 രണ്ടിൽ കൂടുതലോ. ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് തന്നെയാന്ന് പറയാൻ പറ്റും. 2 രണ്ടിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ CMLDയും IMLDയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിങ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്തായാലും. കാരണം കംപ്ലീറ്റ് അർത്ഥം തന്നെ എന്താ, അത് എപ്പോഴും കംപ്ലീറ്റഡാ. കംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിങ്ങിന്റെ വഴിയാണ് നമ്മൾ അയക്കണമെങ്കിൽ എന്തായാലും നമുക്കൊരു വി ചൂസ് ചെയ്യാൻ പറ്റും. ആ വി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാം. ഏതാ 1010 ആയിട്ട് തന്നെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0000 ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ചൂസ് ചെയ്യാം. എവിടെ? കംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിങ്ങിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചൂസ് ചെയ്യാം. ഇൻകംപ്ലീറ്റ് ആയിരുന്നു ഡബ്ല്യു എങ്കിലോ, ഇവിടെ ഇതെപ്പോഴാ CMLD. ഇനി W=1001 വി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെ? IMLD ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്താ? ഇൻകംപ്ലീറ്റാ. നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? റീട്രാൻസ്മിഷന് വേണ്ടി ആ കോഡ് തിരിച്ചയക്കും. അതായത് നമുക്ക് ഒരാളെ അയച്ചിട്ടാണല്ലോ ഈ 1001 കിട്ടിയാണത്. ആ 1001 ഒന്നും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് തിരിച്ചയക്കും. അത് മനസ്സിലായ? തിരിച്ചയക്കല്ല, അതായത് വി റിക്വസ്റ്റ് ഫോർ റീട്രാൻസ്മിഷൻ എന്നാ പറയാ. എവിടെയത്? ഇൻകംപ്ലീറ്റില്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്താ, അപ്പൊ ഈ കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു W തന്നു, ആ ഡബ്ല്യൂവിന്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഒരു വി കണ്ടുപിടിക്കണം. അപ്പം വിക്ക് കറസ്പോണ്ടന്റ് 2-3 ആൾക്കാർ വന്നാലും അതിൽ ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് ഇതിന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. എന്താ, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇൻകംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് ആണെങ്കിലോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ എടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? വി റിക്വസ്റ്റ് ഫോർ റീട്രാൻസ്മിഷൻ എന്ന് പറയും. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. ഇനിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞത്. അതായത് IMLD ടേബിൾ വരയ്ക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാൻ IMLD ടേബിൾ എന്ന് പറയും. IMLD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകംപ്ലീറ്റ് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ്. അതായത് അപ്പൊ അവിടുത്തെ കേസിൽ ഒരു കാര്യം ആലോചിക്കണം. എന്താ, ഡിസ്റ്റൻസ് എടുത്തുള്ള ഒരാളില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? അവിടെ എടുത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ IMLD ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അവിടെ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. റിക്വസ്റ്റ് ഫോർ റീട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ തിരിച്ചയക്കും. അത് മനസ്സിലായ? അപ്പൊ എക്സാമ്പിൾ 1.3.34 നോക്കിക്കോ. അവര് കോഡ് തന്നിട്ടില്ലേ? എന്താ കോഡ്? എന്താ തന്നത്? 000യും 111 അല്ലേ? കണ്ടില്ലേ എക്സാമ്പിള് 1.3.34? അപ്പൊ ഇവിടെ നമ്മൾ ടേബിൾ വരയ്ക്കാണ്. ഇതല്ലേ കോഡ് തന്നേണത്? ആ ടേബിളിൽ ഫസ്റ്റത്തെ കോളാണ് ഏത്? റിസീവ്ഡ് വേർഡ്. റിസീവ്ഡ് വേർഡ് ഏതൊക്കെയും വരാൻ ചാൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും വന്നൂടെ? 3 ഏത് വേർഡ് വേണമെങ്കിലും റിസീവ്ഡ് വേർഡിൽ വന്നൂടെ? ഞാനപ്പോ ഈ ഫസ്റ്റത്തെ ആൾക്കാരെ മാറ്റിയുണ്ടാവും, അല്ലെങ്കിൽ ഇത് തികയില്ല. അല്ലെങ്കിൽ തന്നെ തികയില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. മൊത്തത്തിൽ വരയ്ക്കാം. ഫസ്റ്റത്തെ കോളാണ് W. അതാണ് റിസീവ്ഡ് വേർഡ്. റിസീവ്ഡ് വേർഡ് ഏതൊക്കെ വരാം? ഇവിടെ എത്ര ലെങ്ത് പറയണ? 3 ലെങ്ത് ആണ്. 000യും 111 അല്ലേ? 3 ലെങ്താ. 3 ലെങ്ത്തുള്ള എത്ര കോഡ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പൊ 8 എണ്ണം വേണമെങ്കിലും W വരാം. 010 001 നേരത്തെ എങ്ങനെയൊക്കെയാ? 110 101 011 111 കഴിഞ്ഞില്ലേ? ഹലോ 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 ഇപ്പൊ വരാതെ ഒരു W. അപ്പൊ W റിസീവ്ഡ് വേർഡ് ആവാൻ ഏത് വേർഡിന് വേണമെങ്കിലും പറ്റുമല്ലേ? ഇവിടെ 3 ലെങ്ത് ആയതുകൊണ്ട് 3 ലെങ്ത്തുള്ള എല്ലാ വേർഡ്സും എടുത്തു W-ന്റെ സ്ഥാനത്ത്. ഇനി വിക്ക് ഏതൊക്കെയാ വരാൻ ചാൻസ്? വിക്ക്
വിക്ക് ഇത് ഏത് വേണമെങ്കിലും ആകാലോ. ഇതിലേത് വേണമെങ്കിലല്ല, നമുക്ക് സി അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ സി മാച്ചതാണ്. സി ഏതൊക്കെയായിരുന്നു? 000 111. അതായത് ഈ അറ്റത്തെ ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്തി? ഡി കോഡ് എന്ന് പറഞ്ഞ എഴുതി. ഡി കോഡിൽ പിന്നെ ആർക്കൊക്കെ വരാൻ പറ്റുള്ളൂ? കാരണം ഈ ഡബ്ല്യു ഏതാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡി കോഡ്. അത് ഡബ്ല്യു കിട്ടി, ഏതാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡി കോഡ്. ഡി കോഡിൽ ആരൊക്കെ വരുള്ളൂ? സിയിൽ കിടക്കുന്ന ആൾക്കാർ ഏതൊക്കെയാ? 000 111. എക്സാമ്പിൾ നോക്കണം കേട്ടോ, ഞാൻ അത് മാറ്റത് ഇതില്. അപ്പൊ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ പാറ്റേൺസ് ചെക്ക് ചെയ്യും. എറർ പാറ്റേൺ അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റാൻ പറ്റുന്നത് അത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡബ്ല്യുവിന്റെ ഒപ്പം വി ആഡ് ചെയ്യും. ഇപ്പോഴും എറർ പാറ്റേൺ ഏതാ വരുള്ളൂ? ഞാൻ മുന്നത്തെ പേജ് എടുത്ത് കാണിച്ചു തരാം. എറർ പാറ്റേൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും ഒന്നുകൂടി യു ഡബ്ല്യു ആഡ് ചെയ്ത് എന്ത് വരും? വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു എന്ന് കിട്ടില്ലേ? ഇത് കുഴപ്പമില്ലല്ലോ. അത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളുടെ രണ്ട് സൈഡിൽ എന്ത് ആഡ് ചെയ്യുക? ഡബ്ല്യു ആഡ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വി പ്ലസ് ഡബ്ല്യു, റൈറ്റ് സൈഡിൽ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു 0 ആയിട്ട് യു മാത്രം. അപ്പൊ നമുക്ക് വി പ്ലസ് ഡബ്ല്യു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു കിട്ടും. അപ്പൊ എറർ പാറ്റേൺ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ചെയ്യണത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഡബ്ല്യു തന്നിട്ടുണ്ട്, അതിന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യും? വികളെ ആഡ് ചെയ്യണം. വി ഇവിടെ ആകെ രണ്ട് ചാൻസ് ഉള്ളൂ. ഏതൊക്കെയാ? 000 111. അപ്പൊ ഡബ്ല്യുവിന്റെ ഒപ്പം ആദ്യം 000 ആഡ് ചെയ്യുക, പിന്നെ ഡബ്ല്യുവിന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യുക? 111 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് മൊത്തം കോളം കിട്ടില്ലേ? നമ്മ ഇങ്ങനെ എഴുതാന്നിരിക്കുക. ഫസ്റ്റത്തെ ഏതാ വരിക? ഡബ്ല്യു പ്ലസ് 000. ഡബ്ല്യു എന്ന് പറയുന്നത് ആദ്യം 000, അതിനൊപ്പം 000 ആഡ് ചെയ്താൽ എന്ത് വരും? 000 വരും. അപ്പുറത്ത് 111 വരും. ഇനി ഡബ്ല്യുവിന്റെ ഒപ്പം എനിക്ക് 000 111 ആഡ് ചെയ്യുന്ന കൺസെപ്റ്റ് മനസ്സിലായില്ലായിരുന്നു. ഏത് 000 111? അത് നമുക്ക് ഇതെന്താ ഈ നടുവിലത്തെ കോളം എന്തിട്ട് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എറർ പാറ്റേൺസ് ഏതാണെന്ന് ചെക്ക് ചെയ്യണത്. എറർ പാറ്റേൺ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ യു ആണ് എന്ത്? എറർ പാറ്റേൺസ്. നേരത്തെ ഇത് കണ്ടില്ലേ? യു ആഡ് ചെയ്തപ്പോഴാണ്. അപ്പൊ യു കണ്ടുപിടിക്കാൻ വി പ്ലസ് ഡബ്ല്യു ചെയ്താൽ പോരെ? ഡബ്ല്യുകള് നമുക്ക് ഇവിടെ എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഈ ഡബ്ല്യുകളുടെ ഒപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തു? വികളെ ആഡ് ചെയ്യണം. വിക്ക് ആകെ 2 ചോയ്സുള്ളൂ. ഏതൊക്കെയാ? സിയില് വി ഏതൊക്കെയാ? 000 111 അല്ലേ? അതാണ് ഡബ്ല്യു പ്ലസ് 000 ഡബ്ല്യു പ്ലസ് 111 മാത്രം എടുത്തത്. ഇനി സിയിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഈ കോളത്തിന്റെ ഉണ്ടെങ്കിൽ കൂടിയാനെ. ഇവിടെ വി രണ്ടാൾക്കാരുള്ളവരാണ് 2 കോളം ആക്കിയ എറർ പാറ്റേൺ. വിയിലിപ്പോ ഒരു 111ഉം 110 എന്ന് പറയുന്ന ഒരു വിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡബ്ല്യു പ്ലസ് 110 കൂടി വെച്ചേനെ. ഇവിടെ രണ്ടാൾക്കുള്ള 2 കോളം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ആദ്യം ഡബ്ല്യു ഏതായിട്ട് എടുത്തു? 000 ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ കോളം എന്താ വരാ? 000 പ്ലസ് 000 പ്ലസ് 111 ഇങ്ങനെ വരുമല്ലോ. ഇനി അടുത്ത് എന്ത് ചെയ്യാ? 110 പ്ലസ് 100 പ്ലസ് 000 എന്താ വരാ? 100. ഈ കോളത്തിൽ മൊത്തം അത് തന്നെയല്ലേ വരാ? കാരണം 000 ആഡ് ചെയ്യുന്നുണ്ട്. 010 001 110 101 011 111. ഇനി 111 ആഡ് ചെയ്ത് എന്ത് വരും? 011 101 110 001 010 100 000 ഇങ്ങനെയല്ലേ വരാ? ഇനി നമ്മളിവിടെ എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓരോത്തിനും ഈ നിങ്ങൾ ടെക്സ്റ്റിൽ ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് മുകളിൽ ഒരു സ്റ്റാർ ഇട്ട് വെക്കും. ഈ സ്റ്റാറിനെ വിളിക്കുന്ന ആസ്റ്ററിക്സ് എന്ന് പറയും. അതായത് ഈ ഫസ്റ്റത്തെ റോ എടുക്കുക. ഫസ്റ്റത്തെ റോ, ഈ ഫസ്റ്റത്തെ റോയില് എറർ പാറ്റേൺസിൽ മിനിമം വെയിറ്റ് ഏതിനാ വരിക? 2 എറർ പാറ്റേൺ അല്ല വന്നാണ് 000 111. ഏതാ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായത്? ഇതാണ് ഈ റോ ആണ് ഉദ്ദേശിച്ചത്. ഇതില് മിനിമം വെയിറ്റ് ഏതിനാ വന്നാണ്? 000 അല്ലേ? അപ്പൊ അവിടെ എന്തിടാ? ഒരു സ്റ്റാർ ഇടാ. ഈ 000 ഏത് വി എടുത്തപ്പോഴാ വന്നത്? കാരണം നമുക്ക് ഇവിടെ ഡീകോഡ് എഴുതണം. ഡീകോഡ് എഴുതുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ പാറ്റേണിൽ മിനിമം വെയിറ്റ്
0 എടുത്തപ്പോഴാണ് വന്നത്. അപ്പൊ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, മിനിമം എറർ പാറ്റേൺ വന്നത്, മിനിമം വെയിറ്റ് ഉള്ള എറർ പാറ്റേൺ വന്ന ആളാണ് എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 0 എടുത്തപ്പോഴാണ് മിനിമം വെയിറ്റ് വന്നത്. ഇനി അടുത്തതിലോ ഇവിടെ തന്നെയല്ലേ സാർ വരിക, 0 എടുത്തപ്പോ ഇനിയല്ല വന്നേ. ഇനി അടുത്തതും 0 അടുത്തതും 0 അടുത്തതോ അടുത്തതിൽ ഇപ്പുറത്തെ സ്റ്റാർ അല്ലേ, 111 ആയി. അടുത്തത് 111, അടുത്തത് 111, അടുത്തതും 111 അല്ലേ. ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടി. കാരണം എന്താ, മിനിമം വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു അല്ലേ. ഇവിടെ മിനിമം വെയിറ്റ് നമുക്ക് പറയാൻ പറ്റിയ എന്താ, ഒരു സ്ഥലത്ത് കറക്റ്റ് വ്യത്യാസം വന്നു, ഇനി ചില സ്ഥലത്ത് ഈക്വൽ ആയിട്ട് വന്നാലോ. അതാണ് അടുത്ത ടേബിൾ വരുന്നത്. അടുത്ത ടേബിളിൽ എറർ പാറ്റേണിൽ ചിലപ്പോ മിനിമം വെയിറ്റ് ഉള്ള ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരാം, രണ്ടുപേരേക്കും വരാം. അപ്പൊ ഈ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകോഡിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ഡാഷ് ഇട്ട് വെക്കും. കാരണം IMLD ആണ്, ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. CMLD ആയിരുന്നെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരാൾ എടുക്കായിരുന്നു. IMLD ടേബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് അപ്പുറത്തെ ടേബിളിൽ അതിന്റെ തൊട്ടടിയിലത്തെ ടേബിളിൽ ഡീകോഡിൽ കുറെ ഡാഷുകൾ കാണാം. ആ ടേബിൾ ഞാൻ ഇതിൽ എഴുതണില്ല, കാരണം 16 വേർഡ്സ് ഉണ്ട്, തികയില്ല. കുഴപ്പമില്ലല്ലോ, അത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അത് എഴുതാം, വേറെ ഇതിലായിട്ട് എഴുതാം, വേറെ പേജിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് കുഴപ്പമില്ലല്ലോ. ഈ രണ്ട് ടേബിള് മിക്കവാറും എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ രണ്ട് ടേബിളിൽ ഏതെങ്കിലും ഒരെണ്ണം. ഈ രണ്ട് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക്. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓക്കെ. ഇനി അടുത്ത അപ്പൊ ഈ രണ്ട് ടേബിൾസ്, അതായത് ഈ IMLD ടേബിൾ വരയ്ക്കുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്തായാലും പഠിക്കണം. ഓക്കെ. ഈ ടേബിൾ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഈ എക്സാമ്പിൾ 1.3.37 ഒന്ന് എടുക്കോ. 1.3.37 എടുത്തല്ലേ. അവിടെ നമുക്ക് എന്ത് തന്നുണ്ട്, C = 000000110. അതിന്റെ IMLD ടേബിൾ അവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ അടിയിൽ. കുഴപ്പമില്ലല്ലോ. IMLD ടേബിൾ നമ്മൾ നേരത്തെ രണ്ട് ഡാഷിങ് കണ്ടില്ലേ, ആസ്ട്രിക്സ് അവിടെ ഇല്ല, കാരണം അവിടെ മിനിമം ആസ്ട്രിക്സ് അവിടെ വരാത്ത എന്താ കാരണം, ആ ഡാഷ് ഇട്ടെന്ത് കണ്ട, രണ്ടെണ്ണത്തിന് 1 വന്നിട്ടുണ്ടല്ലേ മിനിമം വെയിറ്റ് ആയിട്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഡീകോഡ് ചെയ്യാത്തത്. അപ്പൊ ഈ ടേബിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ്, റിലയബിലിറ്റി ഓഫ് എ കോഡ് കണ്ടുപിടിക്കാം. റിലയബിലിറ്റി ഓഫ് എ ചാനൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിലയബിലിറ്റി ഓഫ് എ ചാനൽ P എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ റിലയബിലിറ്റി ഓഫ് എ ചാനൽ എന്ന് പറഞ്ഞിട്ട് P പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണത് റിലയബിലിറ്റി ഓഫ് എ കോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമ്മ ഒരു സാധനം പറഞ്ഞായിരുന്നല്ലോ, V അയച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ഇത് പറയാം. V അയച്ചു കഴിഞ്ഞാൽ W കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ, 5P ഓഫ് VW ആണെന്ന് പറഞ്ഞല്ലേ. ഒരു C തന്നിട്ട് അതിന്റെ P തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇനി അടുത്താണ് അപ്പൊ ഇവിടെ ഒരു വിയും ഒരു W അല്ലേ, അല്ലെ. നമ്മുടെ ഒരു V അയച്ചു കഴിഞ്ഞാൽ ഒരു W കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ. ഇനി നമുക്കൊരു W തന്നു, ഈ സിയിലെ കുറെ ആൾക്കാരുണ്ടാവല്ലോ, സിയിൽ കുറെ ആൾക്കാരുണ്ട്, പിന്നെ കുറെ ആൾക്കാരുണ്ട്, അതിലെ ഈ സി കൂടെ ഒരു വേർഡ് അയച്ചു കഴിഞ്ഞാൽ അത് W ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി അങ്ങനെ ചോദിച്ചു എന്നിരിക്കുക, അത് പ്രത്യേകം ഒരു വേർഡ് എടുത്തിട്ട് അത് W ആവാനുള്ള പ്രോബിലിറ്റി അല്ല ചോദിക്കണത്, സിയിലെ ഏതെങ്കിലുമൊക്കെ വേർഡ്സ് അയച്ചു കഴിഞ്ഞാൽ W കിട്ടാനുള്ള പ്രോബിലിറ്റി. അതായത് സിയിലെ ഒരു ആർബിട്രറി വേർഡ്, നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണില്ല, ഒരു V എടുത്തു പറയണില്ല, സിയിലെ ഏതെങ്കിലും വേർഡ് അത് അയച്ചു കഴിഞ്ഞാൽ W കിട്ടാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ തന്നിരിക്കുക. അപ്പൊ നമുക്ക് ഒരു V വെച്ച് നമുക്ക് ഇത് പറയാൻ പറ്റുമോ, സിയിലെ ഓരോ വികളും നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരില്ലേ. മനസ്സിലായോ അത്? അതായത് നമ്മൾ നേരത്തെ എന്താ കണ്ടുപിടിച്ച 5P of VW ഒരു V അയച്ചു കഴിഞ്ഞാൽ അത് W ആവാനുള്ള പ്രോബിലിറ്റി.
ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, ഒരു സി തന്നിട്ടുണ്ട്, ആ ഡബ്ല്യു റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അങ്ങനെ ചോദിച്ചിരിക്കുക. ഒരു സി തന്നിട്ടുണ്ട്, ആ സി വഴി ഡബ്ല്യു റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സിയിലെ ഓരോ വികളും എടുക്കണം, എന്നിട്ട് 5p(v)W കണ്ടുപിടിക്കണം. പക്ഷെ അത് ബുദ്ധിമുട്ടല്ലേ, ഓരോ വികൾ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സിയിലുള്ള എല്ലാ വികളും എടുക്കില്ല, L(v) എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കും. അതായത് കറക്റ്റ് ഞാൻ ഒന്നും കൂടി പറയാം ഇതിന്റെ കാര്യം. കറക്റ്റ് പേര് ഇവര് ഇതിൽ എഴുതിയിട്ടില്ല. നമ്മൾ മുന്നേ പറഞ്ഞ് മറന്നു കണ്ടിരുന്നാ മതി. ഇതിപ്പോ ഞാൻ കറക്റ്റ് പറയാം, θp(CW) ഇങ്ങനെയാണ് തന്നിരിക്കുക. അപ്പൊ വി ഫിക്സഡ് അല്ലല്ലോ, ഇവിടെ വി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു വലിയ സി എന്നാണ്, ആ സിയുടെ ഉള്ളിൽ കുറെ വികൾ ഉണ്ടാവാം അല്ലെ. ആണ് ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോ ഇങ്ങനെയാണ് സോറി ഇത് 5p, നിങ്ങൾക്ക് 5p ശരിക്കും θp എന്നൊക്കെയാണ് ഡിനോട്ട്, കുഴപ്പമില്ല. 5p(CW) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് W ഒരാളാന്നറിയാം, പക്ഷെ വി നമുക്ക് കറക്റ്റ് അറിയില്ല ഏതൊക്കെയാന്നല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഇതില് ഏതൊക്കെ വികൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞ എല്ലാ വി എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് എടുത്താൽ മതി, L(v)കൾ മാത്രം എടുത്താൽ മതി. സോറി θp(CW) അല്ല അല്ലെ, നമ്മൾ CV ആണ് കണ്ടുപിടിക്കുന്നത്. ഡിനോഷൻ മാറ്റണ്ട, θp(CV) ആണ് എടുക്കുന്നത്. ഒരു വി, അതായത് നമുക്കിപ്പോ ഒരു വി തന്നു, ഒരു 110 തന്നു, ഒരു കോഡ് എന്ന് പറയുന്നത് 000100010 ഇങ്ങനെയാന്ന് ഇരിക്കുക. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കുന്നത് θp(CV) കണ്ടുപിടിക്കണം. അതായത് v=110 ആയിട്ട് θp(CV) കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് എന്താ അത് എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ L(v) എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ വരയ്ക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാ IMLD ടേബിൾ ഇല്ലേ, നേരത്തെ പറഞ്ഞ IMLD ടേബിൾ ഇല്ലേ, ഒരു ടേബിൾ പറഞ്ഞത്, ആ ടേബിൾ വരയ്ക്കണം ആദ്യം ഈ സിയുടെ, എന്നാലേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ IMLD ടേബിൾ ആദ്യം വരയ്ക്കണം. 1.3.38 കണ്ടോ, കണ്ടോ 1.3.38 കണ്ടില്ലേ. അവരതിൽ കോഡ് തന്നിട്ടില്ലേ, സി = എന്താ 000 111. ഇനി അവര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് IMLD will correctly conclude that v = 00 was sent. അപ്പൊ ഒരാൾ തന്നൂല്ലേ, ഒരാൾ തന്നിട്ട് ഈ വി കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ചെയ്തു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാണ് എന്ത്, 5p(CV). അപ്പൊ ഇതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ വി അല്ല L(v) നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, സമ്മേഷൻ W belongs to L(v) 5p(VW) ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 5p(VW) കണ്ടുപിടിക്കണം, പക്ഷെ W എവിടുത്തെ ആൾക്കാരായിരിക്കണം, L(v)യിലെ ആൾക്കാരായിരിക്കണം. ഈ L(v) എന്താണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലെ. അതായത് ഈ സി വഴി നമുക്ക് ഇപ്പൊ 00 അയച്ചിട്ട് 00 തന്നെ കിട്ടാൻ ഒരു പ്രോബിലിറ്റി ഉണ്ടാവില്ലേ ഈ സി വഴി അയച്ചു കഴിഞ്ഞാൽ. ഹലോ, ഇവിടെ ഈ 5p(VW) എന്നാണോ അതോ WV എന്നാണോ? 5p(VW) എന്നാണ്. സെന്റ് വേർഡ് അല്ല ആദ്യം ചെയ്തുള്ളൂ. എപ്പോഴും ഞാൻ പറഞ്ഞു, എപ്പോഴും സെന്റ് വേർഡ് ആണ് ആദ്യം ചെയ്തുള്ളൂ. ഫസ്റ്റ് അവിടെ ഇത് വെച്ചാൽ എന്ത്, ഈ 5p ആ 5p വ്യത്യാസമുണ്ട്. അവിടെ ജനറലി ഒരു ഒരു ഒറ്റ വേർഡല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഫസ്റ്റ് ചെയ്തത് ഒരു ഡിനോഷൻ മാത്ര. രണ്ടാമത്തെ നമ്മ ഫസ്റ്റ് പഠിച്ച ആള് ഫസ്റ്റ് ചെയ്തത് എന്താ, ഒരു മൊത്തം സിക്ക് മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, ആ 5p(CV) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സി നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്മോൾ സി ചെയ്തായിരുന്നു നിങ്ങൾക്ക്
ചിലപ്പോൾ അതൊരു വേർഡായിട്ട് വിചാരിക്കും. അത് വേർഡല്ല, അത് മൊത്തം ഒരു കോഡാണ്. ആ അത് നമുക്കൊരു ഈ വി ഇവിടെ 000 അയച്ച് 00 ആയിട്ട് തന്നെ ഡീകോഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിനാണ് 5P ഓഫ് CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എൽ ഓഫ് വിയിലെ ഡബ്ല്യൂകൾ കണ്ടുപിടിക്കണം. എൽ ഓഫ് വി. അതിന് ആദ്യം നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയേ. 1.3 നമ്മൾ ഒരു ടേബിൾ വരച്ചു. നമ്മൾ നേരത്തെ വരച്ച ടേബിൾ നോക്കിയേ. നേരത്തെ വരച്ച ടേബിൾ കണ്ടാ? എടുത്താ ടേബിൾ 1.3 എടുത്താ? ഒരു സെക്കൻഡ്. 1.3 ആ ഓക്കെ. അതിൽ 000 എപ്പോഴൊക്കെയാണ് ഡീകോഡ് ചെയ്താണ്? ഏതൊക്കെ ഡബ്ല്യൂവിനാണ് 000 കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തത്? അത് ഡീകോഡ് 000 എപ്പോഴൊക്കെയാ വന്നത് നോക്കിയേ. ആദ്യത്തെ 4 ആ 000ക്കും. അപ്പൊ അതാണ് എൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എൽ ഓഫ് ഏതൊക്കെ വരാ? ഏതിലൊക്കെയാണ് 00 ഡീകോഡ് ചെയ്തേ കറക്റ്റ് ആയിട്ട്? 000ക്ക് W 000 ആവുമ്പോ, പിന്നെ 100 ആവുമ്പോ, 010 ആവുമ്പോ, 001 ആവുമ്പോ. ഇതല്ല ഇപ്പൊ എൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഏറ്റവും എടുത്തിറക്കുന്ന ആൾക്കാരുടെ മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ 4 ആൾക്കാരാണ് എന്ത് എൽ ഓഫ് വിയിൽ വരുന്ന ആൾക്കാർ. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? വി എന്താ? 000 ആണ് നമ്മുടെ. ഇനി 5P ഓഫ് CV കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടുപിടിക്കണം? 5P ഓഫ് VW 000 പ്ലസ് 5P ഓഫ് 000, 100 പ്ലസ് ഒരു സൈഡിൽ എഴുതാം. 5P ഓഫ് 000, 010 പ്ലസ് 5P ഓഫ് 000, 001. ഇത്ര ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എല്ലാ ആൾക്കാരും എടുക്കേണ്ടി വരില്ല. നമ്മ ഏതൊക്കെ എടുത്താൽ മതി? എൽ ഓഫ് വിയിൽ എടുക്കുന്ന ആൾക്കാരെ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 8 ആൾക്കാരെ ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായ? ആ ഓക്കെ. ഇത് കുഴപ്പമില്ലല്ലോ. ഇതും ചിലപ്പോ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാ? ഇതല്ലേ, ഈ ഭാഗല്ലേ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുഴപ്പമില്ല, ഞാൻ റെക്കോർഡിംഗ് വരുമ്പോ ഒന്നുകൂടെ കേട്ടോളാം. ഇത് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഇവിടെ ഡൗട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതും അല്ലെങ്കിൽ ആ ടേബിളിലൊക്കെ ഭാഗത്തായിട്ട്. ഈ 2 ക്വസ്റ്റിനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഇതിൽ ഏകദേശം എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ? വി ഈക്വൽ. അപ്പൊ ഇത് കണ്ടുപിടിച്ചു എന്നിരിക്കുക. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ശരിക്കും? വി ഈക്വൽ ടു 000 കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് അത്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ഇത് 3 ഈ കണ്ടുപിടിച്ച് വെച്ചാണത്. ഇൻകറക്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1 മൈനസ് ഇത് കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ചെയ്യാം. മനസ്സിലായില്ലേ? ആക്ച്വലി എനിക്ക് LOP എടുക്കുന്ന അത്ര ക്ലിയർ ആയില്ല. എൽ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആയിട്ട് കറക്റ്റ്, അതായത് ആ ടേബിൾ എടുത്തേ 1.3 എടുത്തു. 1.3 എടുത്താ അതിൽ ഡീകോഡിൽ നമ്മുടെ വി ഏതാ? 000 ആണ്. നമുക്ക് θP ഓഫ് CV എന്ന് പറയുന്നത് 000 കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡബ്ല്യൂകൾ ഏതൊക്കെയാ വരേണ്ടത്? ഏതൊക്കെ ഡബ്ല്യൂകൾ എടുക്കേണ്ടത്? 000 ഡീകോഡ് വരെ ഡബ്ല്യൂകളല്ലേ എടുക്കേണ്ടത്? 000 ഡീകോഡ് വരുന്നത് ഏതൊക്കെ ഡബ്ല്യൂനാ? ഫസ്റ്റ് എടുക്കണ 4 അതുകൊണ്ടാണ് അവിടെ നമ്മ ഈ ആൾക്കാരെ മാത്രം എടുത്തത്. ബാക്കി ആൾക്കാരെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഡീകോഡ് വന്നത് 000 അല്ല. നമ്മ 000 കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീകോഡ് ചെയ്യുന്ന ആരായിരിക്കണം? 000 ആയിരിക്കണം. അതുകൊണ്ടാണ് ആ 4 ആൾക്കാർ എടുത്തത്. നെക്സ്റ്റ് സ്റ്റെപ്പും കൂടെ ഏതാ? അതിന്റെ താഴെയുള്ള ആ പ്ലസ് ചെയ്തേക്കുന്ന പ്ലസ് ചെയ്തത്. അതിൽ നമുക്ക് എന്താ? θP ഓഫ് CV ഈക്വൽ ടു എന്താ? സിഗ്മ W ബിലോങ്സ് ടു L ഓഫ് V. ഇക്വേഷൻ എന്താ? സിഗ്മ W ബിലോങ്സ് ടു L ഓഫ് V θP ഓഫ് WV അല്ലേ? θP എന്ന് ഞാൻ പറഞ്ഞത് 5P ആണ്. തീറ്റല്ല മാറിപ്പോണതാ. ഞാൻ പഠിച്ച ടെക്സ്റ്റിൽ തീറ്റ, അതുകൊണ്ട് മാറിപ്പോണതാ. അപ്പൊ സിഗ്മ W ബിലോങ്സ് ടു L ഓഫ് V 5P ഓഫ് VW അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഏതൊക്കെ L ഓഫ് വിയിൽ എടുക്കണ ഓരോ W എടുത്തിട്ട് 5P ഓഫ് VW കണ്ടുപിടിക്കണം.
സിഗ്മ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം അല്ലെ? അല്ലേ? ഇവിടെ വി ഫിക്സ്ഡാ. വി എന്ന് പറയുന്നത് എന്താ? 000. ഡബ്ല്യു ആണ് മാറണത്. ഡബ്ല്യു ഏതൊക്കെ ആവാം? എൽ ഓഫ് ഇയിൽ എടുക്കണ ആൾക്കാർ മൊത്തമാവാം. ഇവിടെ എൽ ഓഫ് ഇയിൽ 4 ആൾക്കാരല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ 0 തീറ്റ പിയോ 00, ഫസ്റ്റത്തെ ആള് ഡബ്ല്യു എൽ എഫ് ഇയിൽ എടുക്കുന്ന ആൾക്കാർ നമ്മൾ ഏതൊക്കെയാ? ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നെ എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റും. ഇനി ഈ PDF-ലുള്ള എല്ലാ ക്വസ്റ്റിനും 19ാമത്തെ പേജ് വരെയുള്ള എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് മൊത്തം നിങ്ങളൊന്ന് ചെയ്തോളൂ. ഒരു ഡെഫിനീഷൻ അല്ലെ വേണ്ട, ഞാൻ പറയാം ഏത് ഡെഫിനേഷൻ വരെ നോക്കണം നിങ്ങൾ. അത് 18ാമത്തെ പേജിൽ നടുവിൽ വെച്ച് ഒരു ഡെഫിനേഷൻ വരും. ആ ഡെഫിനേഷൻ വരെ നോക്കി വെച്ചാൽ മതി. ആ ഡെഫിനേഷൻ ഞാൻ വന്നിട്ട് പറയാം. ഇന്ന് ഇത്രയും പോരെ? ആളോട് കൂടി നോക്കാൻ പറഞ്ഞിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ റെക്കോർഡിങ് അപ്ലോഡ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, എന്നാ ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ.